ദൈവത്തിന് സ്തോത്രം. നമുക്ക് ബൈബിൾ സർവേയിൽ ഇന്ന് 1 ശമൂവേലിൻ്റെ പുസ്തകമാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് പുസ്തകം പഠിക്കാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാം. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചില പൊതു കാര്യങ്ങൾ ആദ്യം പരാമർശിച്ചതിന് ശേഷം പുസ്തകത്തിൻ്റെ അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കാം. അധ്യായങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് പൊതുവായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, വളരെ ലളിതമായിട്ടുള്ള ചില കാര്യങ്ങളും അല്പം ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ഇൻഫർമേഷനും ആദ്യം നമുക്ക് പരിശോധിക്കാം. ഒന്നാമത് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, വേദപുസ്തകത്തിൽ ഡബിൾ ബുക്കുകൾ അല്ലെങ്കിൽ ഇരട്ട പുസ്തകങ്ങൾ പലതുണ്ട്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എന്ത് പുസ്തകങ്ങളുണ്ട്? ഇരട്ട പുസ്തകങ്ങൾ, ഡബിൾ ബുക്സ് ഉണ്ട്. ഇപ്പോൾ ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് ദ ബിഗിനിങ് ഓഫ് ഡബിൾ ബുക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ ഇരട്ട പുസ്തകങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ആദ്യത്തെ ഇരട്ട പുസ്തകം ശമൂവേലിൻ്റെ പുസ്തകമാണ്. ഇനി 2-3 പുസ്തകങ്ങൾ അങ്ങനെയാണ്. 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, 1 തെസ്സലോനിക്കർ, അങ്ങനെ യോഹന്നാൻ എക്സെട്ര. അപ്പോൾ എല്ലാം നമുക്ക് ഡബിൾ ബുക്കുകളുണ്ട്. അതിൽ ഡബിൾ ബുക്കിൻ്റെ ബിഗിനിങ് ആണെന്നുള്ളത് ലളിതമാണെങ്കിലും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ബൈബിൾ സർവേയിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെയും പുസ്തകങ്ങളുണ്ട് എന്നറിയാനായിട്ട് ഡബിൾ ബുക്കുകൾ തുടങ്ങുന്നത് ഇവിടെയാണ്. ഈ ഡബിൾ ബുക്കുകൾ 3 ഗ്രൂപ്പ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു: ശമൂവേൽ, രാജാക്കന്മാർ, ദിനവൃത്താന്തം. ഈ 3 പുസ്തകങ്ങളെയും കൂടെ ഒരുമിച്ച് ചേർത്ത് വേണമെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകം അല്ലെങ്കിൽ കിങ് ബുക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണ് പൊതുവെ ഈ ബൈബിൾ പഠിതാക്കൾ അതിനെ വിളിക്കുന്നത്, കിങ് ബുക്സ്. കിങ് ബുക്സ് എന്ന് പറഞ്ഞാൽ ഈ 3 പുസ്തകത്തിലും പ്രധാനപ്പെട്ട വിഷയം രാജാക്കന്മാരാണ്. രാജഭരണം തുടങ്ങുന്നതും രാജഭരണം തുടരുന്നതും രാജഭരണം പ്രവാസത്തിലേക്ക്, അടിമത്തത്തിലേക്ക് പോകുന്നതും പറഞ്ഞുകൊണ്ട് ദിനവൃത്താന്തം അവസാനിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് നമ്മൾ അടുത്ത പുസ്തകത്തിലേക്ക് കയറുമ്പം പ്രവാസത്തിൽ നിന്ന് ജനം മടങ്ങി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ 3 പുസ്തകങ്ങൾക്കും ഒരു സമാനതയുണ്ട് എന്നുള്ള കാര്യം ഓർക്കുന്നത് നല്ലതാണ്. അപ്പം ഡബിൾ ബുക്കുകൾ കിങ് ബുക്സാണ്, രാജാക്കന്മാരുടെ പുസ്തകങ്ങളാണ്. ഇതിൽ മുഴുവനും രാജാക്കന്മാരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വേറൊരു കാര്യം കൂടി ഇൻഫർ ചെയ്യാൻ വേണമെങ്കിൽ ഒരു കാര്യം കൂടി കളക്ട് ചെയ്യാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ചരിത്ര പുസ്തകങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടം, ഒരു ഭാഗം എന്ന് പറയുന്നത് രാജഭരണ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് പലരും ചരിത്രം പഠിക്കാത്തതും. കാരണം ഒത്തിരി രാജാക്കന്മാരുടെ പേരും അവരുടെ യുദ്ധങ്ങളും അവരുടെ യുദ്ധം ചെയ്ത വർഷങ്ങളും ജയിച്ച ജയങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലെന്ന് എനിക്കറിയാം. കാരണം ഈ പുസ്തകങ്ങളിലാണ് നമ്മൾ ശമൂവേലിൻ്റെ കഥ, ദാവീദും ഗോലിയാത്തും ഉള്ള കഥ, ദാവീദും ജോനാഥാനും തമ്മിലുള്ള സ്നേഹബന്ധം, ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുമുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്ന വേദപുസ്തകത്തിൽ ഏതാണെങ്കിലും രാജാക്കന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ ആരും ഡേറ്റ് ഓഫ് ബർത്ത് ഓർക്കാറുണ്ടോ? ഇനി കുറച്ച് കഴിയുമ്പോൾ എത്ര യുദ്ധങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം എത്ര യുദ്ധം ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള മട്ടിലാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത്. പക്ഷേ അതൊക്കെ ഉണ്ട്. അപ്പം ഈ സ്പിരിച്വലായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ജനിച്ച ദിവസവും ചെയ്ത യുദ്ധവും അല്ല അറിയേണ്ടെന്നുള്ള കാര്യവും കൂടി അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. ന്യായാധിപന്മാരെക്കുറിച്ച് പഠിച്ചപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ന്യായാധിപന്മാരുടെ ക്രമമല്ല ദൈവത്തിന് പ്രധാനപ്പെട്ടത്, അവർ നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയ കാര്യങ്ങളാണ്. അപ്പം ശമൂവേൽ എന്ത് പഠിപ്പിക്കുന്നു, ശൗൽ എന്ത് പഠിപ്പിക്കുന്നു, ദാവീദ് എന്ത് പഠിപ്പിക്കുന്നു, യൊരോബെയാം എന്ത് പഠിപ്പിക്കുന്നു, ശലോമോൻ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് ആരും പേടിക്കണ്ട. ചരിത്രം ഒരുപാട് കുഴപ്പമൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലൈറ്റ് മൊണാർക്കി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേൽ രാജഭരണത്തിൻ്റെ കീഴിൽ, അതാണ് ഈ പുസ്തകങ്ങളിലെ വിഷയം. ഇസ്രായേൽ മക്കൾ രാജഭരണത്തിൻ്റെ കീഴിൽ അവരായിരുന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം ചെയ്തില്ല, എന്തെല്ലാം ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് മൊണാർക്കിക്കൽ പീരീഡ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. രാജഭരണ ഏകാധിപതികളായ രാജാക്കന്മാർ ഈ രാജ്യത്തെ ഭരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഭരണം ശരിയാകാതെ പോയതുകൊണ്ടാണ് നമുക്ക് പിന്നീട് അറിയാം കിങ്ഡം ഡിവൈഡഡ്, രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. അത് മാത്രമല്ല ഈ 2 രാജ്യങ്ങളും അടിമത്തത്തിൽ പോയി, അല്ലേ? ഒരു രാജ്യം, 2 രാജ്യങ്ങളുടെ പേരൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ തന്നെ നോട്ടിനകത്ത് അതൊക്കെ ഉണ്ടായിരുന്നു, യഹൂദ എന്നും ഇസ്രായേൽ എന്നും. അപ്പോൾ ഇനിയപ്പം കുറച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പം എല്ലാത്തിനും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ശരിയാകുകയെന്നും ഓർത്തോണം.
ഇസ്രായേലിൽ നിന്ന് കോമൺ ആയിട്ട് പറയാവുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കിങ്ഡം സ്പ്ലിറ്റ് ഡിവൈഡായി കഴിയുമ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം, യഹൂദ എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം. ഈ രണ്ടിടത്തും രാജാക്കന്മാരുണ്ട്. അപ്പം വായിച്ചു വരുമ്പം ഈ രാജാവ് എവിടുത്തെ രാജാവാണെന്നുള്ളത് കൺഫ്യൂഷൻ ആകാനുമൊക്കെ സാധ്യതയുണ്ട്. കാരണം ഒരു സമയത്ത് തന്നെ ഇസ്രായേൽ രാജാവായ, യഹൂദ രാജാവായ എന്നൊക്കെ വായിക്കും. അപ്പോൾ അതിനവിടെ ഒരു പട്ടികയൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ പട്ടിക വെച്ച് നോക്കിയാൽ ഏത് രാജാവ്, എവിടുത്തെ രാജാവ്, ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തന്ന നോട്ടുകൾ നിങ്ങൾക്ക് ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മൊണാർക്കിക്കൽ പീരീഡാണ് ഇവിടുത്തെ വിഷയം എന്നും ഓർക്കുക. അപ്പോൾ അത് അങ്ങനെ ഒന്നുകൂടെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏത് പുസ്തകമാണ്? 1 ശാമുവേൽ കവേഴ്സ് എ ഡെഫിനിറ്റ് പീരിയഡ്. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, ന്യായാധിപന്മാരുടെ പുസ്തകം എത്ര കൊല്ലത്തെ ചരിത്രം കവർ ചെയ്യുന്നുണ്ട്? 350 കൊല്ലത്തെ ചരിത്രം. അതായത് യോശുവ ഇവരെ കാനാൻ ദേശത്ത് പ്രവേശിപ്പിച്ചതിന് ശേഷം അവസാനത്തെ ന്യായാധിപനായ ശമൂവേൽ ജനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഏത് പുസ്തകത്തിലുണ്ട്? ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ട്. 350 കൊല്ലമാണ് ആ പുസ്തകത്തിൽ കവർ ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ ടൈം ഗ്യാപ്പ്, ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ശാമുവേലിൻ്റെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 115 വർഷത്തെ ചരിത്രമാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഈ വർഷങ്ങളുടെയെങ്കിലും കണക്കൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. തുടക്കം അവസാനമൊന്നും ഞാൻ പറയുന്നില്ല. ശരിക്കും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ BC 1095 to 586, 1095 മുതൽ 586 വരെ. BC ആകുമ്പം പുറകോട്ട പറയുന്നുള്ള കാര്യം ഓർക്കണം. ആ കാലഘട്ടത്തിലെ ഒരു 500 കൊല്ലത്തെ ചരിത്രമാണ് ആകെ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലുള്ളത്, 3 പുസ്തകത്തിലും കൂടെ. എന്നാൽ 1 ശാമുവേലിൽ മാത്രം നമ്മൾ കാണുന്നത് 115 കൊല്ലത്തെ ചരിത്രമാണ്. 115 കൊല്ലത്തെ രാജചരിത്രം. ഇനി ഈ കണക്കുകളെല്ലാം കൂടെ കുറച്ച് കഴിയുമ്പോൾ കൂട്ടേണ്ടി വരും. കാരണം അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് കുറിച്ചിട്ടേക്കണം. ഈ ശലോമോൻ ദേവാലയം പണിയാൻ തുടങ്ങിയതിൻ്റെ വർഷവും കണക്കും ഒക്കെ പറയുമ്പോൾ ഈ കണക്ക് ഒത്തു വരണമെങ്കിൽ ഇതൊക്കെ ശരിയാണോ എന്നറിയാനായിട്ട് ന്യായാധിപന്മാർ എത്ര കൊല്ലം ഉണ്ടായിരുന്നു, പുറപ്പാടിന് എത്ര കാലം ഉപയോഗിച്ചു, ഇവിടെ രാജാക്കന്മാരുടെ ഭരണം തുടങ്ങിയപ്പോൾ എത്ര കൊല്ലമായി, ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും അറിയുന്നത് ബൈബിളിൽ കണക്കുകൾ ശരിയാണോ, ചരിത്രപരമായിട്ട് ഇത് ഒക്കുമോ എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ബൈബിളിലെ ചരിത്രവും ലോക ചരിത്രവും തമ്മിൽ ചേരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വിഷമമൊന്നുമില്ല. അതിനുള്ള ചാർട്ടുകളും കണക്കുകളും ഒക്കെ അവതരിപ്പിക്കാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് തന്ന ചാർട്ടിനകത്ത് തന്നെ ഓരോ രാജാക്കന്മാരും ഭരണം തുടങ്ങിയ വർഷവും അവസാനിപ്പിച്ച വർഷമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങളത് നോക്കിയെങ്കിൽ കണ്ടു കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ 1 ശാമുവേലിലെ കാലഘട്ടം എത്ര കൊല്ലമാണെന്നാണ് പറഞ്ഞത്? 115. അത് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കൂടി നമുക്ക് പറയാൻ പറ്റുമല്ലോ. എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത്? പുസ്തകം വായിച്ചിട്ടുള്ള ആളുകളുടെ ഓർമ്മയിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? ശമൂവേലിൻ്റെ ജനനം മുതൽ, കറക്റ്റാണ്, ശമൂവേലിൻ്റെ ജനനം മുതൽ അവസാനം കിട്ടിയില്ല. ശമൂവേലിൻ്റെ ജനനം മുതൽ ഇല്ല, ദാവീദ് മരിക്കുന്നില്ല. ശമൂവേലിൻ്റെ ജനനം മുതൽ ശൗലിൻ്റെ മരണം വരെ, ഫ്രം ദ ബർത്ത് ഓഫ് സാമുവേൽ ടു ദ ഡെത്ത് ഓഫ് സോൾ, ഒന്നാമത്തെ രാജാവായ ശൗൽ. പക്ഷെ അതിനിടയ്ക്ക് ദാവീദ് കയറി വരുന്നുണ്ട്. കാരണം ശൗൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ ആര് പ്രത്യക്ഷപ്പെടുന്നുണ്ട്? ദാവീദ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ദാവീദ് ഗോലിയാത്ത് കഥയുണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞത്. ദാവീദ് അഭിഷിക്തനാകുന്നുണ്ട്. പക്ഷേ ദാവീദിന് എന്ത് കിട്ടുന്നില്ല? രാജസ്ഥാനം കിട്ടുന്നില്ല, അധികാരം കിട്ടുന്നില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ദാവീദ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് 1 ശാമുവേലിൻ്റെ പുസ്തകത്തിൽ വാസ്തവത്തിൽ ബയോഗ്രഫിക്കലാണ്. 3 പേരുടെ ബയോഗ്രഫി ഉള്ളെന്ന് വേണമെങ്കിൽ പറയാം. ജീവചരിത്രപരമാണ് പുസ്തകം. 3 ആളുകളുടെ ജീവചരിത്രം മാത്രമേ ഈ പുസ്തകത്തിൽ പറയുന്നുള്ളൂ. ആരുടെയൊക്കെ ജീവചരിത്രം? ശാമുവേൽ, ശൗൽ, ദാവീദ്. പക്ഷേ എല്ലാം പൂർണ്ണമല്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ അടുത്ത പുസ്തകം വായിക്കുമ്പം, സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ ഈ 3 പേരുടെ ജീവചരിത്രം 1 ശാമുവേലിലാണെന്ന്, പിന്നെ എന്തിനാണ് 2 ശാമുവേലിലേക്ക് വന്നതെന്ന് ആരും ചോദിക്കരുത്. നമുക്ക് വരച്ച് ആരെയും ഒരധ്യായത്തിലും നിർത്താൻ പറ്റുകയില്ല. ഇപ്പോൾ ദാവീദിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിയിൽ പോലും ആരെക്കുറിച്ച് പറയുന്നുണ്ട്? ദാവീദിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ പല പുസ്തകങ്ങളിലും ദാവീദിനെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ മോസ്റ്റ്ലി പ്രധാനമായിട്ട് 3 ആളുകളുടെ ജീവചരിത്രമാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ 1 ശാമുവേലിൽ. ആരുടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ശമുവേലിൻ്റെ പ്രസക്തി ഒരുപാട് പ്രസക്തിയുണ്ട്. സാറെന്താ ഉദ്ദേശിച്ചതെന്ന് പിടികിട്ടിയില്ല എന്നിപ്പോൾ നിങ്ങൾ പറയും. വെരി ഗുഡ്. അവസാനത്തെ, നമ്മൾ ചരിത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ അവസാനത്തെ ന്യായാധിപൻ. അതോടൊപ്പം തന്നെ വേറെ പ്രാധാന്യങ്ങളുണ്ട്. ആദ്യത്തെ
ആദ്യത്തെ പ്രവാചകൻ. യെസ്, പ്രവചന ശുശ്രൂഷയുടെ നാന്ദി കുറിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് പ്രവാചകന്മാരില്ലെന്ന് വെച്ചാൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. പക്ഷെ പ്രവചന ശുശ്രൂഷ രാജഭരണത്തോടൊപ്പമാണ് ആരംഭിക്കുന്നത്. കാരണം ന്യായപ്രമാണം ദൈവം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് രാജാക്കന്മാരെ കൊടുത്തു. അവർ നന്നായിട്ട് ഭരിക്കാതിരുന്നപ്പോഴാണ് ആരെ എഴുന്നേൽപ്പിക്കേണ്ടി വന്നത്? പ്രവാചകന്മാരെ. അതുകൊണ്ട് അവസാനത്തെ ന്യായാധിപനും ഒന്നാമത്തെ പ്രവാചകനും ആരാണ്? വാക്യങ്ങളൊക്കെ നമുക്ക് പുറകെ വായിക്കാം. രണ്ടാമത് നമ്മൾ ശൗലിനെയാണ് കാണുന്നത്. അപ്പോൾ ശൗല് ആരാണ്? ഒന്നാമത്തെ രാജാവ്. പിന്നെ ദാവീദിനെ കുറിച്ച് പറഞ്ഞു. ദാവീദ് ആരാണ്? ശൗലിന് ശേഷം ദൈവം തിരഞ്ഞെടുത്ത രാജാവ്, അനോയിൻറ്റഡ് സക്സസർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള രാജാവ്. അപ്പോൾ ഇനി അധ്യായങ്ങളും കൂടി പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ ഡിവിഷനായല്ലോ. അതായത് 1 ശമൂവേൽ 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ ശമൂവേലാണ്, 9 മുതൽ 15 വരെ ശൗലാണ്, 16 മുതൽ 31 വരെ ദാവീദുമാണ്. ആകെ 31 അധ്യായം 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1 to 8 സാമുവേൽ, 9 to 15 സോൾ, 16 to 31 ഡേവിഡ്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് പുസ്തകം തിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടിയല്ലോ. 1 മുതൽ 8 വരെ ശമൂവേലിനെ കുറിച്ചാണ് പറയുന്നത്. 9 മുതൽ 15 വരെ ശൗലിനെ കുറിച്ചാണ് പറയുന്നത്. 16 മുതൽ 31 വരെ ദാവീദിനെ കുറിച്ചാണ്. അപ്പം അവിടെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്തോണം. മോസ്റ്റ്ലി, കാരണം ഈ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ശമൂവേലിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ആരെക്കുറിച്ചും പറയുന്നില്ല എന്ന് ഞാൻ അർത്ഥമാക്കിയില്ല. 1 മുതൽ 8 വരെയുള്ള അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം ആരാണ്? ശമൂവേലാണ്. ദി ഔട്ട്സ്റ്റാൻഡിങ് ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ഈസ് സാമുവേൽ. ദെൻ 9 to 15 ദ ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ഈസ്, ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ശൗലാണ്. 16 to 31 അവിടെ നമുക്ക് ശൗലിനെ കാണാം, എന്നാൽ അവിടെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് ഡേവിഡാണ്. അപ്പോൾ ഇങ്ങനെ 3 ആളുകളുടെ കഥയാണ്, ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളതെന്നുള്ളത് പൊതുവെ ഓർക്കുക. അവസാനത്തെ ന്യായാധിപൻ, ഒന്നാമത്തെ രാജാവ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള രാജാവ്, ഈ 3 പേരുടെ ജീവചരിത്രമാണ് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. ഞാൻ കുറച്ച് മുമ്പേ ഈ ഡബിൾ ബുക്കുകളെല്ലാം ഒരു ഇതിവൃത്തത്തിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. മൊണാർക്കിക്കൽ പീരീഡ് ഓഫ് ഇസ്രായേൽ ഹിസ്റ്ററി, അതിലേക്കാണ് ശമൂവേലിൻ്റെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ശമൂവേലിൻ്റെ പുസ്തകം പഠിക്കുന്നതിന് മുമ്പ് ഓരോ പുസ്തകത്തിലെയും വിഷയം എന്താണെന്ന് ചുരുക്കത്തിലൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. 1 ശമൂവേൽ സ്പീക്സ് അബൌട്ട് മാൻസ് ചോയ്സ് സോൾ, മനുഷ്യൻ തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പ്. ഒരു രാജാവിനെ വേണമെന്ന് മനുഷ്യർക്ക് തോന്നി, അവർ ചില കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ വെച്ചു, ദൈവം അനുവദിച്ചു കൊടുത്തു. അങ്ങനെ മനുഷ്യനാൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായ ശൗലിൻ്റെ കഥയാണ് പ്രധാനമായിട്ട്. നമ്മളവിടെ വേറെ 2 പേരെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ആരെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്? ശമൂവേലിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും. പക്ഷേ ആ പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും നമ്മൾ കാണണമെന്ന് ആത്മീയമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നതും ആരെയാണ്? ശൗലിനെ. എന്തിന്? ശൗലിനെ പോലെ ആകരുത്. യെസ്, ചിലരിങ്ങനെ ആകണം എന്ന് ചിന്തിച്ചോന്ന് എനിക്ക് കാണണമെന്ന് ഉദ്ദേശിക്കുന്ന 2 കാര്യത്തിന് വേണ്ടിയാണ്. ചിലതാകാനും ചിലതാകാതിരിക്കാനും. അപ്പോൾ ശൗലിനെ കണ്ടിട്ട് ശൗലിനെ പോലെ ആകരുത്. പിന്നെ ആകണമെങ്കിൽ ശമൂവേലിനെ പോലെയോ ദാവീദിനെ പോലെയോ ആയാൽ കുഴപ്പമില്ല എന്ന് ചുരുക്കം. അപ്പോൾ എടുത്തു കാണിക്കുന്നത് ഒരു നെഗറ്റീവ് ഫിഗറിനെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. നെഗറ്റീവായിട്ട് നമുക്ക് അനുകരിക്കാൻ കൊള്ളാത്ത ഒരാളെയാണ് 1 ശമൂവേലിൻ്റെ പുസ്തകം ഉയർത്തി കാണിക്കുന്നത്. എന്നാൽ 2 ശമൂവേലിൻ്റെ പുസ്തകം ഉയർത്തി കാണിക്കുന്നത് ആരെയായിരിക്കും? യെസ്, ഡേവിഡ്. അത് ഡേവിഡിൻ്റെ ബുക്കാണ്. ഡേവിഡിൻ്റെ ഭരണത്തിൻ്റെ, നേരത്തെ പറഞ്ഞു ഡേവിഡ് അഭിഷേകം പ്രാപിച്ചെങ്കിലും അധികാരത്തിൽ വരുന്നില്ല. അധികാരത്തിൽ വന്ന് ഭരിക്കുന്ന കാര്യമാണ് 2 ശമൂവേലിലെ വിഷയം. അപ്പോൾ അത് മുഴുവൻ നമ്മൾ നോക്കണം. നോക്കിയെങ്കിലേ ദാവീദിനെ എങ്ങനെയാണ് ദൈവം ഉപയോഗിച്ചതെന്നും എങ്ങനെയാണ് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള അത് ഞാനുണ്ട് ഈ ക്ലാസ്സിൽ ദർ വിൽ ബി കമ്പാരിറ്റീവ് സ്റ്റഡി ബിറ്റ്വീൻ സോൾ ആൻഡ് ഡേവിഡ്. ശൗലും ദാവീദും തമ്മിൽ എങ്ങനെ ഇരിക്കുന്നു, എവിടെയൊക്കെയാണ് കുഴപ്പമുണ്ടായത്, എവിടെയാണ് തിരുത്തലുകൾ വേണ്ടിയിരുന്നത്, നമ്മളിലുള്ള ശൗലിനെയും നമ്മളിലുള്ള ദാവീദിനെയും കണ്ടുപിടിക്കാനായിട്ട് ആ താരതമ്യം സഹായകമാകും. അടുത്തിരിക്കുന്ന ആളിൽ ശൗലും ദാവീദും ഉണ്ടോ എന്ന് നോക്കണ്ട, നമ്മളിൽ ഇവർ 2 പേരും ഇരിപ്പുണ്ടോ എന്ന് അറിയാനായിട്ട് ആ താരതമ്യ പഠനം സഹായകമാകും. 1 രാജാക്കന്മാരിൽ ആരെയാണ് കാണുന്നത്? ഞാൻ ഓരോരുത്തരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 ശമൂവേലിൽ നമ്മൾ കാണുന്നത് ശൗലിനെയാണ്, 2 ശമൂവേലിൽ കാണുന്നത് ദാവീദിനെയാണ്, 1 രാജാക്കന്മാരിൽ കാണുന്നത് ഇവിടെ ആരോ പറയുന്നുണ്ട് ശലോമോനെയാണ് കാണുന്നത്. ശലോമോനും ഇസ്രായേൽ രാജ്യവും തമ്മിലുള്ള ബന്ധം ശലോമോനെയാണ് കാണിക്കുന്നത്. 2 രാജാക്കന്മാരിൽ
ശലോമോന് ശേഷം എന്ത് സംഭവിച്ചു? ശലോമോന് ശേഷം രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തിൽ അധികാരത്തിലേക്ക് വന്ന എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ട്. ഒരാളുടെ പേര് നമുക്ക് പ്രത്യേകം എടുത്ത് പറയാൻ ഒക്കുകയില്ല. അവിടെ നല്ലതും ചീത്തയുമായ ധാരാളം ആളുകൾ യഹൂദയിലും ഇസ്രായേലിലും ഭരണതലത്തിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. അവരെക്കുറിച്ചെല്ലാം 2 രാജാക്കന്മാരിൽ പറയുന്നുണ്ട്. 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ഒരു ആവർത്തനം മാത്രമാണ്. രാജസദസ്സിൽ നടന്ന ദിനവൃത്താന്തം, ഡെയിലി നടന്ന കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 ദിനവൃത്താന്തത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അല്ല, ദിനവൃത്താന്ത പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകവും തമ്മിൽ എന്താ ബന്ധം, എന്താ വ്യത്യാസം? ഹൗ വിൽ യു കമ്പയർ കിങ്സ് ആൻഡ് ക്രോണിക്കിൾസ്? ഈ രാജാക്കന്മാരുടെ സദസ്സിലെ കാര്യങ്ങൾ തന്നെയാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? ദിനവൃത്താന്തം. അപ്പോൾ ദിനവൃത്താന്തം പിന്നെ പ്രത്യേകം 2 പുസ്തകങ്ങളായിട്ട് ബൈബിളിൽ വെക്കാൻ ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുണ്ടോ, ഉദ്ദേശമുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഒബ്സർവേഷൻസ്, നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ ഇരിക്കുന്നു? അവർ ഓരോ ദിവസം ചെയ്ത കാര്യങ്ങളാണ് ദിനവൃത്താന്തം. ഡെയിലി നമ്മുടെ കണക്ക് അക്കൗണ്ടൻസ് വല്ലതും ഉണ്ടെങ്കിൽ ലെഡ്ജർ എന്ന് പറഞ്ഞ പോലെ, ലെഡ്ജറും കാഷ് ബുക്കും കണക്ക് പുസ്തകങ്ങളും അറിയാൻ പാടില്ലെന്ന് തോന്നുന്നു. ലെഡ്ജർ, നാൾ വഴി എന്ന് പറയുകയല്ലേ, നാൾ വഴി ഓരോ ദിവസവും നടന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നതാണ് ദിനവൃത്താന്തം. അത് മനസ്സിലായി. പക്ഷേ ഞാൻ ചോദിച്ചത്, ബൈബിളിൽ ഈ രാജാക്കന്മാരുടെ കാര്യം തന്നെയാണ് 2 പുസ്തകത്തിലും പറയുന്നതെന്ന് പറയുമ്പോൾ എനി ഡിഫറൻസ് ദാറ്റ് യു ഹാവ് എവർ നോട്ടഡ്? എപ്പോഴെങ്കിലും എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം സിമ്പിൾ ആണ്. 2 വാക്കുകൾ ഓർത്തിരുന്നാൽ മതി: സിംഹാസനവും ദേവാലയവും, ടെമ്പിൾ ആൻഡ് ത്രോൺ. അപ്പോൾ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എന്തായിരിക്കും കാണുന്നത്? സിംഹാസനം. രാജാക്കന്മാർ അധികാരം സ്ഥാപിച്ച് ഞങ്ങളാണ് ഇവിടുത്തെ ആളുകൾ എന്നുള്ള ഭാവത്തിൽ അവരിരുന്നരുളുന്നതാണ് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നത്. അവർക്ക് ദൈവത്തിൻ്റെ പ്രമാണങ്ങളൊന്നും അത്ര പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നില്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ പ്രസക്തമായിട്ട് തോന്നിയുള്ളൂ. അതുകൊണ്ട് അവരുടെ ശ്രമം മുഴുവനും അവരുടെ രാജസ്ഥാനം ഉറപ്പിക്കുക, അവരുടെ സിംഹാസനം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് വരുത്തുക. സോ ഇറ്റ് ഈസ് ത്രോൺ സെൻറ്റേഡ് എന്ന് വേണമെങ്കിൽ പറയാം. സിംഹാസന കേന്ദ്രീകൃതമാണ് രാജാക്കന്മാരുടെ പുസ്തകം. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവരെന്ന് ജനിച്ചെന്നും ആരുടെ മക്കളായിരുന്നെന്നും എത്ര യുദ്ധം ജയിച്ചെന്നും അവർ ഇനിയെങ്കിലും വായിക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ആത്മീയ പഠനത്തിനായിട്ട് രാജാക്കന്മാർ എത്ര യുദ്ധം ചെയ്തെന്നും എത്ര ജയം വരിച്ചെന്നും എന്തൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ്, അതായത് കാർഷികമായിട്ട് അവരെന്തൊക്കെ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിൽ ദൈവത്തെ ആശ്രയിച്ചോ ആശ്രയിച്ചില്ലേ എല്ലാം ഉണ്ട്. അപ്പം രാജാവ് ഇരിക്കുന്നത് സിംഹാസനത്തിലാണെങ്കിൽ അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഒരു രാജാവ് എന്നുള്ള നിലയിൽ എന്തൊക്കെ ചെയ്തെന്നുള്ളതാണ് എവിടുത്തെ വിഷയം? രാജാക്കന്മാരുടെ പുസ്തകത്തിലെ വിഷയം. എന്നാൽ നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിലെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു സൂചന തന്നായിരുന്നു. ത്രോൺ സെൻറ്റേഡ് അല്ല, ടെമ്പിൾ സെൻറ്റേഡ്. എന്ത് മനസ്സിലായി? ഈ രാജാക്കന്മാർ ദൈവ ആലയം പണിയുന്നതിനോടുള്ള ബന്ധത്തിൽ എന്ത് തരം മനോഭാവമാണ് വെച്ച് പുലർത്തിയത്? ഇതൊരു ബേസിക് ഇഷ്യൂ ആണ്. ഏതെങ്കിലും രാജാവിന് അങ്ങനെ ഒരു ചിന്ത ഉള്ളതായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും രാജാവിന് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു? ദാവീദിനുണ്ടായിരുന്നു. എന്ത് ചിന്തയുണ്ടായിരുന്നു? ആലയം പണിയണം. വളരെ വളരെ താഴേക്കിടയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അദ്ദേഹം വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യം, അതാണ് പറഞ്ഞത്, ഞാൻ ഒരു വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നു, നിൻ്റെ പെട്ടകമാണെങ്കിൽ എവിടെ ഇരിക്കുന്നു? തിരശ്ശീലയ്ക്കകത്തൊരു കൂടാരത്തിലിരിക്കുന്നു. അപ്പം ഞാൻ ചിന്തിച്ച് നോക്കിയിട്ട് ഇത് ശരിയല്ല. കാരണം വാസ്തവത്തിൽ കൊട്ടാരത്തിൽ വസിക്കേണ്ടത് നീയാണ്, ഞാനാണ് എവിടെ വസിക്കേണ്ടത്? കൂടാരത്തിൽ വസിക്കേണ്ടത്. അതുകൊണ്ട് ക്യാൻ ഐ ബിൽഡ് എ കൊട്ടാരം ഫോർ യു? എനിക്ക് അങ്ങേക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിയാൻ സാധിക്കുമോ? ഒരു കൊട്ടാരം പണിയാൻ എന്നെ അനുവദിക്കുമോ എന്ന് ദാവീദ് ചോദിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലിരുന്നൊരു കാര്യമാണ് ദൈവത്തെ ആരാധിക്കാൻ. അപ്പോൾ രാജാവ് സിംഹാസനത്തിലിരിക്കുമ്പോൾ തൻകാര്യം ചിന്തിച്ച് തൻ്റെ നാമം മഹത്വപ്പെടുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി ചെയ്യേണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദൈവാലയത്തെക്കുറിച്ച് ചിന്തിക്കണം, ദൈവ സാന്നിധ്യത്തെക്കുറിച്ച്. ദൈവസാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപകളും ഈ രാജ്യത്ത് നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ രാജ്യം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വന്നിട്ട് എന്നെക്കൊണ്ട് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രവണത രാജാക്കന്മാരുടെ ഇടയിൽ തുടങ്ങി വെച്ചത് ദാവീദാണ്. നമ്മൾ പുതിയ നിയമത്തിൽ
ഒരു സ്ത്രീയെക്കുറിച്ച് ആളുകൾ കുറ്റം പറഞ്ഞപ്പോൾ കർത്താവ് ന്യായീകരിച്ചത് വായിക്കുന്നുണ്ട്. ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വിലയേറിയ തൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാൽക്കൽ ഒഴിച്ചപ്പോൾ എല്ലാവരും കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് നല്ല വിലയ്ക്ക് വിറ്റ് ആരെ സഹായിക്കാമായിരുന്നു? അപ്പോൾ കർത്താവ് പറഞ്ഞു, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഇപ്പോൾ മാത്രം എന്താ ഈ ദരിദ്രരെക്കുറിച്ച് ഇത്ര ചിന്ത വന്നത്? ഞാൻ അതിലേക്ക് പോകുകയല്ല. അവൾ തന്നാലാവത് ചെയ്തു. അപ്പം നമ്മളാൽ ഓരോരുത്തരാലും കഴിയുന്നത് കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയണ്ടേ എന്ന് രാജാക്കന്മാരാരും ചിന്തിച്ചില്ല. അവരവരുടെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടായിരുന്നത്. എന്നാൽ അവർ ദേവാലയ ബന്ധിതമായിട്ട് എന്ത് ചിന്തിച്ചു പ്രവർത്തിച്ചു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഏത് പുസ്തകത്തിലെ വിഷയം. ഇപ്പോൾ പിടികിട്ടിയോ? ദിനവൃത്താന്ത പുസ്തകം പഴയ ഹിസ്റ്ററി തന്നെയാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ടെമ്പിൾ, ദൈവാലയം എന്നുള്ളതാണ്. ദൈവാലയത്തിന് വേണ്ടി ശലോമോൻ എന്ത് ചെയ്തു? ദൈവാലയത്തിന് വേണ്ടി ദാവീദ് എന്ത് ചെയ്തു? ദൈവാലയത്തിന് വേണ്ടി യൊരോബയാം എന്ത് ചെയ്തു? ദൈവാലയം നിലനിൽക്കണമെന്ന് വിചാരിച്ചോ അതോ അതിലെ ഉപകരണങ്ങളും കൂടി എടുത്ത് വേറെ രാജാക്കന്മാർ കൊണ്ടുപോയിക്കോട്ടെ, ഇത് ഇടിച്ച് നിരപ്പാക്കിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചോ? ഈ വിഷയമാണ് അവിടെ കൺസിഡർ ചെയ്ത്. നമുക്ക് വിശദാംശങ്ങൾ പിന്നീട് വരുമ്പോൾ പഠിക്കാം. അപ്പോൾ 1 ദിനവൃത്താന്തം ശലോമോനും ദേവാലയവും, നമ്മളിപ്പോൾ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. 2 ദിനവൃത്താന്തം രാജാക്കന്മാരും ദേവാലയവും. ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. 1 ശമൂവേൽ ആരെക്കുറിച്ച് പറയുന്നു? ശൗലിനെ കുറിച്ച് പറയുന്നു. 2 ശമൂവേൽ ദാവീദിനെ കുറിച്ച് പറയുന്നു. 1 രാജാക്കന്മാർ ശലോമോനെ കുറിച്ച് പറയുന്നു. 2 രാജാക്കന്മാർ ബാക്കിയുള്ള എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കുറിച്ചും യഹൂദ രാജാക്കന്മാരെക്കുറിച്ചും പറയുന്നു. 1 ദിനവൃത്താന്തം ശലോമോനും, ഞാൻ നേരത്തെ 1 രാജാക്കന്മാരെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ശലോമോനും ഇസ്രായേലും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് ശലോമോനും ദേവാലയവും. ഓക്കെ, ശലോമോനും ദൈവാലയവും. 2 ദിനവൃത്താന്തം ഇസ്രായേൽ യഹൂദ ഭരിച്ച രാജാക്കന്മാരും ദൈവാലയവും. ദേവാലയത്തോടുള്ള ബന്ധത്തിൽ പൊതുവായിട്ട് രാജാക്കന്മാർക്കുണ്ടായിരുന്ന വികാരം, അവരുടെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഇതാണ് ഈ പുസ്തകങ്ങളെക്കുറിച്ച് പൊതുവിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാഴ്ചപ്പാട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് വെച്ചുകൊണ്ട് പുസ്തകങ്ങൾ വായിച്ചാൽ ഇനിയും ഓരോ പുസ്തകം പഠിക്കാൻ നേരം ഞാനിതെല്ലാം കുറച്ചുകൂടെ ആവർത്തിക്കും. നിങ്ങൾ എന്നോട് ക്ഷമിച്ചോണം. എങ്കിലേ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതെല്ലാം കയറുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒന്നുകൂടെയൊക്കെ ആവർത്തിക്കും. പ്രത്യേകിച്ച് ചരിത്രമല്ലേ, ഇഷ്ടമില്ലാത്തതുമാണല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓരോ ബുക്കും വരുമ്പം ഇങ്ങനെയാണെന്നുള്ള കാര്യം പറയും. ജനറലി ഇങ്ങനെയാണ് എൻ്റെ ലേ ഔട്ട് എന്നുള്ള കാര്യം ഓർക്കുക. 1 ശമൂവേൽ എഴുതിയത് ആരാണ്? എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. രൂത്തിൻ്റെ പുസ്തകം പഠിച്ചപ്പോഴും ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചപ്പോഴും ഒക്കെ നമ്മളത് പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ 1 ശമൂവേലിൻ്റെ പുസ്തകം എഴുതിയത് ആരായിരിക്കും? ആരാണ്? ശമൂവേൽ. അസന്നിഗ്ധമായിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശമൂവേലാണെന്ന്. പക്ഷേ ശമൂവേലിൻ്റെ മരണത്തിന് ശേഷവും പുസ്തകമുണ്ടല്ലോ. ശമൂവേലിൻ്റെ മരണത്തിന് ശേഷവും പുസ്തകം പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, 2 ശമൂവേൽ എന്ന് പറയുന്ന പുസ്തകം ശമൂവേലിനെ കുറിച്ചല്ല, ആരെക്കുറിച്ചാണ്? ദാവീദിനെ കുറിച്ചാണ്. അന്ന് ശമൂവേൽ ഈ ഭൂമിയുടെ മുഖത്തില്ല. അപ്പോൾ പിന്നെ ഇത് കംപ്ലീറ്റ് ഒറ്റ ശ്വാസത്തിൽ ശമൂവേലിൽ നിന്ന് അങ്ങ് അസ്ക്രൈബ് ചെയ്തപ്പോൾ എന്തോ ഒരു അപാകത ഉള്ളതായിട്ട് ഇപ്പോൾ തോന്നിയല്ലേ? പക്ഷെ പറഞ്ഞപ്പോൾ തോന്നിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ പരിഷ്കരിച്ചത് പറയുന്നതായിരിക്കും നല്ലത്. കോ ഓതേഴ്സ് പോസിബിൾ. നമ്മൾ ചില പുസ്തകങ്ങളൊക്കെ കാണുമ്പം ഒരാൾ മാത്രം എഴുതിയ പുസ്തകമല്ല, 3 പേരുടെ പേരൊക്കെ കാണാറില്ലേ? ഒരു പുസ്തകം എഴുതിയതിൽ 1-ൽ കൂടുതൽ ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് കുഴപ്പമില്ല അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളെ മാത്രം ഇതിൻ്റെ എഴുത്തുകാരനായിട്ട് വെക്കുന്നതിനേക്കാൾ നല്ലത് 1-ൽ കൂടുതൽ ആളുകളെ. അതിന് തെളിവുണ്ട്, വേദപുസ്തകത്തിൽ ബേസ് ചെയ്തിട്ടാണ്. ചുമ്മാതെ എനിക്ക് 2 പേരെയും കൂടെ ചേർക്കാൻ വേണ്ടി ചേർത്തതല്ല. നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. അതിനുശേഷം ശമൂവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അതൊരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശമൂവേൽ ജനത്തെ എല്ലാം വീട്ടിലേക്ക്. ശമൂവേലിനെ എഴുതുന്ന സൂക്കേടുണ്ടായിരുന്നെന്ന് മനസ്സിലായി കാണും. ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. ശമൂവേലിന് എന്തുണ്ടായിരുന്നു? എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. രാജധർമ്മം പറഞ്ഞു കേൾപ്പിച്ചത് മാത്രമല്ല, അതെല്ലാം എന്ത് ചെയ്തു? ഒരു പുസ്തകത്തിൽ എഴുതി. അപ്പോൾ അദ്ദേഹം എഴുത്തുകാരനായിരുന്നു, എഴുതിയിട്ടുണ്ട്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 29-30 വാക്യങ്ങൾ. എന്നാൽ ദാവീദ് രാജാവിൻ്റെ ആദ്യന്ത വൃത്താന്തങ്ങളും അവന്റെ രാജ്യഭാരം ഒക്കെയും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും
ദർശകനായ ശമൂവേലിന്റെ വൃത്താന്തത്തിലും. ശമൂവേലിൻ്റെ വൃത്താന്തം എന്ന് പറഞ്ഞാൽ ശമൂവേലിൻ്റെ ക്രോണിക്കിൾസ്, ഹിസ്റ്ററി എന്നാണ് അതിൻ്റെ അർത്ഥം. ശമൂവേൽ എഴുതിയ ചരിത്രത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്തത്തിലും എഴുതി. ഇവർ 3 പേരും കൂടാണ് ഈ പുസ്തകം രചിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം നമുക്ക് വേറെ നാഥാൻ്റെയും ഗാദിൻ്റെയും പുസ്തകമൊന്നും കിട്ടിയിട്ടില്ല. നാഥാനും ഗാദും വളരെ സജീവമായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവാലോചന രാജാക്കന്മാർക്ക് എത്തിച്ചു കൊടുത്ത ആളുകളാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതേക്കുറിച്ച് സംശയമില്ലല്ലോ. ദാവീദിന് പാപബോധം വരുത്തി കൊടുക്കാനും ചില കാര്യങ്ങളൊക്കെ അറിയിക്കാനും ചില രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനും ഒക്കെ ദൈവം ഉപയോഗിച്ചത് ഈ തരത്തിലുള്ള പ്രവാചകന്മാർ നാഥാനെയും ഗാദിനെയും ഒക്കെയാണ്. ഇപ്പോൾ നമ്മളതിലേക്ക് പോകുന്നില്ല. വാക്യം ഒന്നുകൂടെ വായിക്കാം. ഈ പറഞ്ഞു കേട്ട കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടെ വാക്യം വായിച്ച് കേട്ടാട്ടെ. എന്നാൽ ദാവീദ് രാജാവിൻ്റെ ആദ്യാന്ത വൃത്താന്തങ്ങളും, ദാവീദ് രാജാവിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള, തുടക്കം മുതൽ അന്ത്യം വരെ എന്നുള്ളതാണ്. ആദ്യന്ത വൃത്താന്തങ്ങളും അവൻ്റെ രാജ്യഭാരം ഒക്കെയും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും. അവനും അവൻ്റെ അടുത്തുള്ള ചുറ്റുപാടുള്ള രാജ്യങ്ങൾക്കും സംഭവിച്ച കാലഗതി എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്, വേരിയിങ് സംഭവങ്ങൾ, പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ 2 സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. മാറി മറിഞ്ഞു വരുന്ന ജയങ്ങളും പരാജയങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളും എല്ലാം ദർശകനായ ശമൂവേലിന്റെ വൃത്താന്തത്തിൽ. അപ്പൊ അങ്ങനെ ഒരെണ്ണമുണ്ട്, ശമൂവേലിന്റെ വൃത്താന്തം, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്തത്തിലും. അപ്പൊ ഈ 3 പുസ്തകങ്ങളും കൂടി എഡിറ്റ് ചെയ്ത് കമ്പൈൽ ചെയ്തിട്ടാണ് 1 ശമൂവേലും 2 ശമൂവേലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഇനി നമ്മൾ ദിനവൃത്താന്ത പുസ്തകം പഠിക്കുമ്പോഴും കുറച്ച് മുമ്പേ നിങ്ങൾ പറയുകയുണ്ടായി, ഇത് രാജാക്കന്മാരുടെ സദസ്സിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അങ്ങനെ ഇങ്ങനെ ഒരു പുസ്തകം കിട്ടാൻ സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രാജാവിൻ്റെ സദസ്സിൽ നടന്ന കാര്യങ്ങൾ നാൾ വഴി അല്ലെങ്കിൽ ലെഡ്ജറിൽ കാണുന്നത് അതേപടി എഴുതി വെച്ചാൽ നമ്മളിന്ന് വായിക്കുന്ന 1 ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം ആകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? എഡിറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. ഈ എഡിറ്റിംഗ് ഒക്കെ പഴയ കാര്യമാണ്, പുതിയ കാര്യമൊന്നുമല്ല. പണ്ട് മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരുപാട് പ്രവാചകന്മാരുടെയും ഒരുപാട് എഴുത്തുകാരുടെയും ചരിത്രകാരന്മാരുടെയും ഒക്കെ ആശയങ്ങളും പുസ്തകങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. ആ ദിനവൃത്താന്ത പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നമുക്കത് പ്രസക്തമല്ലാത്തത് കൊണ്ട് നമ്മൾ ബൈബിൾ വായിക്കുമ്പം പ്രധാനമായിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു മെസ്സേജ് കിട്ടണം, നമുക്കൊരു വാക്യം കിട്ടണം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഉപദേശിമാർ ഒരു ദൂത് വിളിച്ചു പറയുന്നു. ആകെപ്പാടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ദേശത്തോടൊരു ദൂത്, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, വിളിച്ചു പറയുന്നു. എന്നോട് തന്നെ ഒരു ദൂത് വിളിച്ചു പറയുന്നു സഭയോട്. അപ്പോൾ വിളിച്ചു പറയാനൊരു ദൂത് കിട്ടണം എന്നുള്ളതല്ലാതെ ഈ പുസ്തകം ആരെഴുതിയാലും നമുക്ക് വിരോധമില്ല, എത്ര അധ്യായം ഉണ്ടെങ്കിലും വിരോധമില്ല, പലരും കൂടി എഴുതിയതാണെങ്കിലും പ്രശ്നമില്ല. ഉണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു സ്റ്റഡിയിലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ. ഏതാണെങ്കിൽ ഇപ്പോൾ ഞാൻ വലിയ ദൂതൊന്നും വിളിച്ചു പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ പുസ്തകം എഴുതിയ ആളുകൾ ആരൊക്കെയാണെന്നുള്ളതും എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് എഴുതിയതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആളുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിലും ദർ ആർ സോ മെനി കോൺട്രിബ്യൂട്ടേഴ്സ്. പലതരത്തിലുള്ള പല എഴുത്തുകാർ ചേർന്ന് എഴുതിയതും ഈ ദിനവൃത്താന്തത്തിലെ ഇവൻ്റ് ചിലപ്പം ഈ രാജാവിൻ്റെ സദസ്സിലെ ക്രോണിക്കിളിൽ നിന്ന് എടുത്തു കാണും. പക്ഷേ അതേക്കുറിച്ചുള്ള പ്രവാചകൻ്റെ വീക്ഷണമുണ്ട്, അതേക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണമുണ്ട്. അത് ഇപ്പം ശമയ്യ പ്രവാചകൻ്റെ വൃത്താന്തം, യെശയ്യാവിൻ്റെ വൃത്താന്തം. കാരണം ഈ പല പ്രവാചകന്മാരും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവരൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് സഭാപിതാക്കന്മാർ കോർഡിനേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ചേർത്തതാണ് ഈ പുസ്തകങ്ങളൊക്കെ. അല്ലാതെ ഒരാൾ എഴുതി കൃത്യമായിട്ട് കൊണ്ടുവന്ന് ഇതേ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് വെച്ചതല്ല എന്ന് ചിന്തിക്കുന്നതിൽ അപാകതയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1-2 ശമൂവേലിൻ്റെ പുസ്തകങ്ങൾ ഈ 3 പേര് ചേർന്ന് എഴുതിയതാണ് എന്ന് നമുക്ക് നിഗമിക്കുന്നതിന് അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുന്നതിന് വിഷമമില്ല. ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേലിൻ്റെ പുസ്തകം ആദ്യത്തെ 25 അധ്യായങ്ങൾ ശമൂവേൽ എഴുതിയതാകാനാണ് സാധ്യത, 1 മുതൽ 25 വരെ. അതിന് ശേഷമുള്ള അധ്യായങ്ങൾ ഈ ഗാദും നാഥാനും കൂടി എഴുതിയതാകാനുമാണ് സാധ്യത. നിങ്ങളത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഡിസെക്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 ശമൂവേൽ ആദ്യത്തെ 25 അധ്യായങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ശമൂവേൽ പ്രവാചകനും പിന്നത്തെ ബാക്കി അധ്യായങ്ങളും 2 ശമൂവേലും 2 പ്രവാചകന്മാരുടെ സൃഷ്ടിയാണ്, ഗാദും
നാഥാനും. ബോധ്യപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എഴുത്തുകാരെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ. പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചിന്ത, പ്രധാനമായിട്ട് പുസ്തകത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. 3 ആളുകളുടെ ജീവചരിത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശമൂവേലുണ്ട്, ശൗലുണ്ട്, ദാവീദുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്തായിരിക്കും? 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത നിങ്ങൾക്ക് വായിച്ചിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? 3 ആളുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കഥാപുരുഷൻ നമ്മൾ കാണേണ്ടത് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, പ്രധാനപ്പെട്ട ചിന്ത എന്തായിരിക്കും? ആരെങ്കിലും ഒരു സജഷൻ? തെറ്റ് വന്നോട്ടെ, കുഴപ്പമില്ല, തെറ്റ് തിരുത്തിയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഏതാണ്? അനുസരണം. വേറെന്തെങ്കിലും? അനുസരിക്കുന്നത് യാഗത്തെക്കാളും എന്ന് 15:22 വാക്യമുണ്ട്. തെറ്റല്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്, നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി, യു ക്യാൻ ഐദർ ഹാവ് ഗോഡ്സ് ബെസ്റ്റ് ഓർ സെക്കൻഡ് ബെസ്റ്റ്. നമുക്ക് ദൈവത്തിൻ്റെ ഏറ്റവും നന്മ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ഹിതം വേണമെങ്കിലാകാം, അതാണ് ഏറ്റവും അഭികാമ്യം. എന്നാൽ സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർമിസീവ് വിൽ, നമ്മൾ അനുവദനീയമായ ദൈവഹിതത്തിലേക്ക് പോകുന്നു, അല്ലാതെ ബെസ്റ്റ് വേണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഈ പുസ്തകം നമ്മളെ, ഈ ശൗലിന് പറ്റിയ അബദ്ധം മുഴുവൻ അവിടെ. ഹി വെൻറ്റ് ഫോർ സെക്കൻഡ് ബെസ്റ്റ് റാദർ ദാൻ ദ ബെസ്റ്റ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നമുക്ക് വിശ്വാസികൾക്ക് ഇന്നുള്ളൊരു വലിയ പ്രശ്നം അതാണ്. അത്രയ്ക്ക് അങ്ങ് വിശുദ്ധനൊന്നും ആകേണ്ട കാര്യമില്ല. അപ്പം അകൃത്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എല്ലാം ദൈവം എങ്ങനെ പ്രതീക്ഷിക്കുന്നത്? കൃത്യമായിട്ട്. കൃത്യതയില്ലാത്തതിനാണ് എന്ത് പറയുന്നത്? അപ്പോൾ അത്ര കൃത്യതയൊന്നും ഇല്ലെങ്കിലും ദൈവം കരുണയും, രാവിലെയും പഠിച്ചില്ലേ, ദൈവം കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ള ദൈവമായതുകൊണ്ട് അത്ര കൃത്യമായിട്ടും നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഏകദേശമൊക്കെ ഒന്ന് തട്ടുകൂട്ടി പൊത്തുവരുത്തത്തിൽ പോയ അതാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. എന്താണ് കാര്യം? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ ദൈവം തന്നെ ഈ ജനത്തെ ഭരിക്കണമെന്നുള്ളതായിരുന്നു. അതാണ് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കണ്ടത്. എന്നാൽ സെക്കൻഡ് ബെസ്റ്റാണ് ദൈവത്തെ എൻ്റെ ഭരണം അനുഭവിക്കാനായിട്ട് ഒരാളെ ആകാം. ദൈവത്തിൻ്റെ രാജാക്കന്മാരാകുന്നതിന് വിരോധമൊന്നുമില്ല. കാരണം ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെന്ന് ചേരുന്ന ദേശത്ത് നിങ്ങൾക്കൊരു രാജാവിനെ വേണം എന്ന ആഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ, എല്ലാവരും മറന്നുപോയിട്ടുണ്ടോ? ആവർത്തനം 17. നിങ്ങൾ പരിചയഭാവം കാണിക്കാത്തപ്പോൾ എനിക്കൊന്ന് വായിപ്പിച്ചെങ്കിലേക്ക് സമാധാനം വരികയില്ല. ആവർത്തനം 17-14 മുതൽ. ആവർത്തനം എന്ന് പറയുമ്പോൾ, ഒരു മിനിറ്റ് എല്ലാവരും ശ്രദ്ധിക്കണേ. ആവർത്തനം എന്ന് പറയുമ്പോൾ ഈ ജനം എവിടെ എത്തിയിട്ടില്ല? എവിടെ എത്തിയിട്ടില്ല? നിങ്ങളിപ്പോൾ കനാനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുമ്പോട്ട് പോവുക, ഇടയ്ക്കൊന്ന് പുറകോട്ടും കൂടെ. കനാനിൽ എത്തിയിട്ടില്ല. പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് മോശ ഒന്നുകൂടെ നിയമമെല്ലാം ആവർത്തിച്ച് ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കഴിഞ്ഞിട്ട് യോശുവയുടെ പുസ്തകത്തിലാണ് ഇവർ കനാൻ ദേശത്ത് പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞ് ന്യായാധിപന്മാരുടെയും കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വന്നപ്പോഴാണ് എന്തിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്? രാജാക്കന്മാരെക്കുറിച്ച്. പക്ഷെ ദൈവം ഇതിനു മുമ്പേ തന്നെ ചിന്തിച്ചിരിക്കുന്നു എന്ന് കാണുക. ആവർത്തനം 17-14. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപ്പാർത്ത ശേഷം എൻ്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാനൊരു രാജാവിനെ എൻ്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ, ഇനി ഞങ്ങൾക്കൊരു രാജാവ് വേണം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ there are certain parameters നിങ്ങൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള. ആ വാക്യം മുഴുവൻ വായിക്കേണ്ട. 14 മുതൽ മുമ്പോട്ടുള്ള വാക്യങ്ങൾ മുഴുവൻ നിങ്ങൾ വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്താൽ മതി. ഞാനിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, ആവർത്തനം പഠിപ്പിച്ചപ്പോൾ. അത് ഓർത്താൽ മതി. ഒരു രാജാവ് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ രാജാവിനുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്താണെന്നും ആ രാജാവ് എന്ത് ചെയ്യണമെന്നും ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓടിച്ചു പറയുകയാണെങ്കിൽ ആ രാജാവ് അധികം കുതിര സമ്പാദിക്കരുത്, അനേകം ഭാര്യമാരെ എടുക്കരുത്, അധികം വെള്ളിയും പൊന്നും സമ്പാദിക്കരുത്. നെഗറ്റീവ്സ് ആണതെല്ലാം. അരുത് അരുത് അരുത്. അത് പോട്ടെ, എന്ത് വേണമെന്നാണ് പറഞ്ഞത്? ലേവ്യരായിട്ടുള്ള പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി ന്യായപ്രമാണത്തിൻ്റെ ഒരു കോപ്പി സ്വന്തം കൈകൊണ്ട് എഴുതിയെടുക്കണം. ഞാനന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഫോട്ടോ കോപ്പി പോരാ, വേറൊരാളെ കൊണ്ട് എഴുതിച്ചാൽ പോരാ, സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയെടുക്കണം. അതെപ്പോഴും കയ്യിൽ വെച്ചേക്കണം. അത് അനുസരിച്ച് നടക്കണം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിൻ്റെ ഹൃദയം നിൻ്റെ സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ച് ഉയരരുത്. ഇങ്ങനെ ഒരു രാജാവിനെയാണ് നിങ്ങളുടെ മേൽ ആക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ദൈവം ഇവർക്ക് നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം
ഇവർ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഇതൊന്നും അവരുടെ മനസ്സിൽ ഇല്ല. അപ്പം ഗോഡ്സ് ബെസ്റ്റ് അന്വേഷിക്കുന്നതിന് പകരം ഗോഡ്സ് ബെസ്റ്റ് എന്തായിരുന്നു? ദൈവം തന്നെ രാജാവായിട്ട് ഇരിക്കുന്നതായിരുന്നു. ഗോഡ്സ് ബെസ്റ്റ് ഇവരുടെ യാത്രയിൽ എന്തായിരുന്നു? മോശ നേതാവായിട്ടിരിക്കുന്നതിനേക്കാൾ പകരം ആര് തന്നെ നേതൃത്വം ഏറ്റെടുത്തു? ചരിത്രമുണ്ട്. ദൈവം നേരിട്ട് ഏറ്റെടുത്തു. മേഘം പൊങ്ങുമ്പോൾ യാത്ര പുറപ്പെടും, മേഘം നിൽക്കുമ്പോൾ യാത്ര നിർത്തണം. അങ്ങനെ അവരാദ്യമായിട്ട് യാത്ര പുറപ്പെട്ടു എന്ന് സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നിന്ന് നിങ്ങളെ പല പ്രാവശ്യം വായിപ്പിച്ചത് തിരിഞ്ഞ് ചിന്തിക്കുക. സി നോട്ട്സ് ഫോർ നമ്പേഴ്സ് എന്നിപ്പോൾ ഒന്ന് എഴുതി വെച്ചാൽ മതി, ഞാനിപ്പോൾ എടുത്ത് വായിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് നമ്പേഴ്സ് പഠിച്ചപ്പോൾ, സംഖ്യാപുസ്തകം പഠിച്ചപ്പം നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, മോശ ഉണ്ടായിരുന്നെങ്കിൽ പോലും നേതൃത്വം ആരെ ഏറ്റെടുത്തു? ദൈവം ഏറ്റെടുത്തു. ഈ ന്യായാധിപന്മാരുണ്ടായിരുന്നപ്പോൾ വാസ്തവത്തിൽ ആരായിരുന്നു നേതാവ്? ദൈവമായിരുന്നു. ഇപ്പോഴും ആരായിരിക്കണമായിരുന്നു രാജാവ്? അല്ല. നിങ്ങൾക്ക് വായിച്ച ഓർമ്മയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇവർ രാജാവിനെ ചോദിച്ച ഉടനെ ശമൂവേൽ വളരെ സങ്കടത്തോടു കൂടെ പോയി ദൈവത്തോട് പരാതിയൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മറുപടി എന്തായിരുന്നു? അവൻ നിന്നെയല്ല എന്നെ അത്ര തള്ളിയിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്താൽ മതി. അപ്പം ബെസ്റ്റ് എന്തായിരുന്നു? ദൈവം. സെക്കൻഡ് ബെസ്റ്റ് എന്തായിരുന്നു? രാജാവ്. സോ ദിസ് ഈസ് ദ മെയിൻ തോട്ട്. മെയിൻ തോട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമമായത് തിരഞ്ഞെടുക്കുന്നതിന് പകരം അതിൻ്റെ താഴെയുള്ളത് മതി. അല്ല, ഇതാണ് മനുഷ്യൻ പണ്ട് മുതലേ ചെയ്തിരിക്കുന്നത്. ജീവവൃക്ഷം അവിടെ നിൽപ്പുണ്ടായിരുന്നു, അത് തിരഞ്ഞെടുക്കുന്നതിന് പകരം പറയുകയാണ് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന മരം മതിയെന്ന്. യു ആർ ദെയർ അല്ലേ? നമ്മളവിടെ ഇല്ലേ? എന്ത് തിന്നാമായിരുന്നു? അവർക്ക് എന്ത് അവകാശം ഉണ്ടായിരുന്നു? ജീവവൃക്ഷം. പക്ഷെ അവർ പറയുകയാണ് ജീവവൃക്ഷം ഇപ്പോൾ വേണ്ട, അതിന് അങ്ങേപ്പുറത്തൊരു മരം നിൽപ്പുണ്ട്, അത് മതിയെന്ന്. അപ്പോൾ ഇത് തന്നെയാണ് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം ലഭ്യമാണ്. പക്ഷെ മെനക്കേടാ അല്ലേ? ഏതാ എളുപ്പമുള്ളത്? നിങ്ങൾ എന്നോട് യോജിപ്പില്ലെന്ന് എനിക്ക് തോന്നുന്നു പലർക്കും. ഏതാ എളുപ്പമുള്ള പണി? പെർമിസീവ്, അനുവദനീയമായിട്ടുള്ള ദൈവഹിതം എല്ലാവരും ചെയ്യുന്നത് പോലെ, നാട്ടിലുള്ള രാജാക്കന്മാരും ജാതികളും ഒക്കെ ചെയ്യുന്നത് പോലെ ചെയ്തേക്കുകയാണെങ്കിൽ കാര്യത്തിന് എളുപ്പമുണ്ട്. മറ്റേത് കുറച്ച് ദിവസം കാത്തിരിക്കണം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പക്ഷേ യഹോവയെ കാത്തിരുന്ന് ഒരുത്തനും ലജ്ജിച്ചു പോയിട്ടില്ല കേട്ടോ. ഈ കാത്തിരിക്കുന്നത് ഒരു വിഷമമുള്ള പണി ആയതുകൊണ്ട് കാത്തിരിക്കാനൊന്നും നേരമില്ല. ഞങ്ങൾക്കിപ്പോൾ മറ്റുള്ളവർക്ക് ഉള്ളതുപോലെ തന്നെ ഒരു രാജാവിനെ. സോ ഗോയിങ് ഫോർ സെക്കൻഡ് ബെസ്റ്റ് എന്ന് ഞാൻ പറയും. ഏറ്റവും നല്ലതും ഏറ്റവും പൂർണ്ണതയുള്ളതും ദൈവത്തിൻ്റെ ഹിതത്തിൽ അതിൻ്റെ കേന്ദ്രത്തിൽ ഇരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ദൈവജനത്തിന് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെയാണ് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത്? കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല ഒരുത്തൻ്റെ ഹൃദയത്തിൽ. പക്ഷെ അതിലേക്ക് നമ്മൾ ആഗ്രഹിക്കാതെ പലപ്പോഴും നമുക്ക് പൊതുവായിട്ട് എല്ലാവർക്കും അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്കും മതി, ആൾക്കൂട്ടത്തിൽ ഒരുവനായിട്ടിരിക്കാനാണ് നമ്മൾ പലപ്പോഴും ഒരു വ്യത്യസ്തനായിട്ടിരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അതാണ് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. നമ്മൾ ചില ആളുകളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മൂഡിയെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരിക്കൽ അദ്ദേഹം ഒരു പ്രഭാഷകൻ പറയുന്നത് കേട്ടു, ദൈവത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ ആളെ കൊണ്ട് ദൈവത്തിന് ലോകത്തിൽ എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളത് ഇനിയും ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മൂടി അവിടെ ഇരുന്നുകൊണ്ട് തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ഞാനായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ അത് കേൾക്കുകയാണെങ്കിൽ നമ്മൾ പലരും പറഞ്ഞതിനേയും അങ്ങനെ ആരുമില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഞാനായിട്ട് അതിനുവേണ്ടി മെനക്കെടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ആരും ഇല്ലല്ലോ, പിന്നെ ഇപ്പോൾ ഞാനായിട്ട് എന്തിനാ അതിന് വലിയ ബുദ്ധിമുട്ട്? ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ സാറേ? അപ്പം ഞാൻ തിരിച്ചു പറയാറുള്ളത്, അങ്ങനെയുള്ള ആരും ഇല്ല. വൈ ക്യാൻ യു ബി വൺ? നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരാളായിക്കൂടാ? ആരും ഇല്ലാത്തപ്പോൾ ദൈവം ഒരാളെ കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരാളായിക്കൂടെ? ആരും ഇല്ല എന്ന് പറഞ്ഞ് ഞാനും ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ അങ്ങനെയുള്ള ഒരാളാകാനായിട്ട്. അതാണ് മൂടി ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം അദ്ദേഹത്തെ അതിശക്തമായിട്ട് ഈ ലോകത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ശൗലല്ല ആകേണ്ടത്, നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ പോലെ ആകാനായിട്ട്. അതിൻ്റെ അർത്ഥം തെറ്റൊന്നും സംഭവിക്കുകയില്ല, വീഴ്ചയൊന്നും വരികയില്ലെന്നല്ല. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലും ആശങ്കയുണ്ടായിരിക്കാം, ശൗലിന് പറ്റിയതിനേക്കാൾ വലിയ അബദ്ധങ്ങളൊക്കെ ആർക്ക് പറ്റിയിട്ടുണ്ട്? പക്ഷേ ദാവീദിൻ്റെയും ശൗലിൻ്റെയും മനോഭാവങ്ങളും മാനസാന്തരത്തിൻ്റെ രീതികളും നമ്മൾ പരിശോധിക്കണം. നമുക്ക് ഈ ക്ലാസ്സിൽ അതൊക്കെ പഠിക്കാനായിട്ട് സമയം എടുക്കാം. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം ഇനിയുള്ള പുസ്തകങ്ങളിൽ കുറച്ച് ഇതിന് മുമ്പ് എടുത്തതിനേക്കാൾ നിന്നൊന്ന് വരാം. കാരണം ഇവിടെ എല്ലാം ജീവിതങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ജീവിതങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട് സ്വാധീനിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ടാകും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ചിന്തയെ പറഞ്ഞുകൊണ്ടിരുന്നത്, സെൻട്രൽ തീം ഗോഡ്സ് ബെസ്റ്റ്. ദൈവത്തിന് നമുക്ക് വേണ്ടി ഏറ്റവും ഉത്തമമായ ഉദാത്തമായ കാര്യങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ദൈവം കരുതി വെച്ചിട്ടുണ്ട് അല്ലേ?
നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ സ്പെഷ്യൽ പാക്കേജുകളുണ്ടെന്ന്. പക്ഷേ നമ്മൾ പലപ്പോഴും പോകുന്നത് ജനറൽ പാക്കേജസിന് വേണ്ടിയാണ്. നമുക്ക് പലരെയും നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ആയാൽ മതി, ഇങ്ങനെ ആയാൽ മതി, അല്ല, എനിക്കൊരു തനിമയുള്ള ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ശുശ്രൂഷ നിവർത്തിക്കുവാൻ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വേണം. ഇസ്രായേൽ മക്കൾക്ക് അത് നഷ്ടപ്പെട്ടു പോയതാണ് ഏറ്റവും വലിയ അപകടമെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പൊതുവെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ പുസ്തകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നോക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ പറയുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഒന്ന്, ശമൂവേലിൻ്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ പോപ്പുലറായിട്ട് ജനറലായിട്ട് ദൈവജനം ഉപയോഗിക്കുന്ന കുറേ പദങ്ങളുണ്ട്. ആ പദങ്ങൾ ചിലതൊക്കെ ഏത് പശ്ചാത്തലത്തിലാണ് ഉണ്ടായത്, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് കുറച്ചുകൂടെ ഗ്രഹിക്കാനായിട്ട് അതിലൊരു പ്രധാനപ്പെട്ട പദം നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ വായിക്കാം. 4:21. ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയതുകൊണ്ടും അമ്മായിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിയിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്നും പൊയ്പോയി എന്ന് പറഞ്ഞ് അവർ കുഞ്ഞിനെ ഈഖാബോദ് എന്ന് പേരിട്ടു. ഈഖാബോദ്, അത് മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ്പോയി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ്. ഈഖാബോദ്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ്പോയി. 7-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മറ്റൊരു പ്രധാനപ്പെട്ട പദപ്രയോഗം. 7:12. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്തു, മിസ്പയ്ക്കും ഷേനിനും മധ്യ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിനെ എബനേസർ എന്ന് പേരിട്ടു. എനിക്കൊന്ന് ഈഖാബോദിനേക്കാൾ ആളുകൾക്ക് പരിചയമുള്ളത് എന്തായിരിക്കും? എബനേസർ. എന്താണ് എബനേസർ എന്ന് പറഞ്ഞാൽ? ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു, ദൈവം ഇതുവരെയും നമ്മളെ സഹായിച്ചു. അത് പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ് എബനേസർ. ചില വീടുകൾക്കൊക്കെ എബനേസർ എന്ന് പേരും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഈ പുസ്തകത്തിൽ നിന്നാണ് പോയേക്കുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. 10:24. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെ പോലെ ഒരുത്തനില്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർത്തു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർത്തു. അത് ഇംഗ്ലീഷിൽ വായിച്ചാലാണ് അതിൻ്റെ ഫോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. മലയാളത്തിൽ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ജയ് വിളിച്ചു അല്ലെ കീജെ വിളിച്ചു എന്നുള്ളൊരു ഇമ്പ്രഷനാണ് വരുന്നത്. ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗോഡ് സേവ് ദ കിങ് അല്ലേ? എന്താണ്? ലോങ് ലിവ് ദ കിങ്. അത് പുതിയ ട്രാൻസ്ലേഷൻസ് ആണ്. കിങ് ജെയിംസിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഗോഡ് സേവ് ദ കിങ്, ദൈവമേ ഞങ്ങളുടെ രാജാവിനെ രക്ഷിക്കണമേ, സൂക്ഷിക്കണമേ. അതാണ് രാജാവേ ജയ ജയ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഈ രാജാവ് ജയിക്കട്ടെ എന്നാണ്. മനസ്സിലായോ? ചുമ്മാ ജയ് വിളിക്കുന്നതല്ല. നമ്മൾ ഒരു വിജയം കിട്ടിക്കഴിയുമ്പോൾ ആളെ എടുത്തു പൊക്കി ജയ് ജയ് വിളിക്കുന്ന പോലെയല്ല. ദൈവം ഈ രാജാവിനെ ജയിക്കുവാൻ സഹായിക്കട്ടെ, ഗോഡ് സേവ് ദ കിങ്. അല്ലെങ്കിൽ ലോങ് ലിവ് ദ കിങ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ വായിച്ചത് 10:24 10-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. വാക്യത്തിൽ നമ്മൾ കാണുന്നത് ലോങ് ലിവ് ദ കിങ് ഓർ സേവ് ദ കിങ്, ദൈവം ഈ രാജാവിനെ രക്ഷിക്കുവാൻ ഇടയാകട്ടെ. അതൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് സ്ഥാനത്ത് ആര് കയറി വന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്നൊരു പ്രാർത്ഥനയാണ് ഗോഡ് സേവ് ദ കിങ്. ദൈവം ഇയാളെ ഈ സ്ഥാനത്ത് ജയിക്കുവാൻ, നന്നായിട്ടിരിക്കുവാൻ സഹായിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പുസ്തകത്തിലുള്ളൊരു പ്രയോഗമാണ്. 3:1 പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ആ കാലത്ത് വചനം ദുർലഭമായിരുന്നു. വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. അതും ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. വചനം ദുർലഭമായിരുന്നു എന്ന് പറഞ്ഞാൽ കിട്ടാൻ റെയർ. ഇതെല്ലാം പുതിയ ട്രാൻസ്ലേഷൻസ് ആണ്. പക്ഷേ പഴയ ട്രാൻസ്ലേഷൻസൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദ വേർഡ് വാസ് പ്രഷ്യസ് എന്ന് എഴുതിയിരിക്കുന്നത്. ദ വേർഡ് ഓഫ് ദ ലോർഡ് വാസ് വെരി പ്രഷ്യസ് ആൻഡ് ദർ വാസ് നോ ഓപ്പൺ വിഷൻ. ആൻഡ് ദ വേർഡ് ഓഫ് ദ ലോർഡ് വാസ് പ്രഷ്യസ്. അതാണല്ലോ ദുർലഭം എന്ന് പറഞ്ഞാൽ ഉള്ളത് വളരെ പ്രഷ്യസ്, വിലപിടിപ്പുള്ളതാണെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? വചനം ദുർലഭം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങും വചനം കിട്ടാനില്ല, എന്ത് ചെയ്യാനാ? ദുർലഭം അങ്ങനെയല്ല, കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ വില കൂടുതൽ കൊടുക്കണം. പ്രഷ്യസ്. നമുക്ക് ഈ എക്കണോമിക്സ് അറിയാവുന്ന ആളുകൾക്കറിയാം, ഡിമാൻഡും സപ്ലൈ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വില കൂടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സാധനം കിട്ടാൻ. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യലായിട്ട് ചിലതിൽ പൂഴ്ത്തി വെച്ച് വില കൂട്ടാനായിട്ട്
അപ്പോഴാണ് വെളിച്ചെണ്ണ വ്യാപാരികൾ വെളിച്ചെണ്ണ പൂഴ്ത്തി വെക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഗവൺമെൻറ് ചില സംഘങ്ങളെയൊക്കെ നിയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രഷ്യസ് ആകുമ്പം വില കൂടും, മൂല്യം കൂടും, അതിന് ചിലവ് കൂടും. അപ്പം വചനം എങ്ങും ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. വചനം ദുർലഭമാണെന്ന് പറഞ്ഞാൽ കിട്ടാൻ വിഷമമുണ്ടെന്നേ ഉള്ളൂ, ഇല്ലെന്നും കിട്ടത്തില്ലെന്നും അർത്ഥമില്ല. ഉണ്ടോ? പിന്നെ എന്ത് ചെയ്യണം? കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് കനത്ത വില ഈ ഉച്ചക്കത്തെ ചൂടിലിരുന്ന് ചിലപ്പോൾ പഠിക്കേണ്ടി വരുമെന്ന്. അല്ല, ഞാൻ വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എടുത്ത് വായിച്ചിട്ട് ഈ പൗലോസ് എഫെസോസിൽ ചെന്നപ്പോൾ തുറന്നോസിൻ്റെ പാഠശാല വാടകയ്ക്കെടുത്ത് 2-3 കൊല്ലം അവിടെ ബൈബിൾ ക്ലാസ് നടത്തി. ഇതുപോലത്തെ വല്ലതും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. വീഡിയോ ഒന്നും ഇല്ലായിരുന്നായിരിക്കും, പക്ഷേ ബൈബിൾ ക്ലാസ് നടത്തി. ചില ഇംഗ്ലീഷ് ബൈബിളുകൾ പരിശോധിച്ചാൽ അതിൻ്റെ ടൈമിങ് നിങ്ങൾക്ക് ലഭ്യമാണ്. എത്രയായിരുന്നു ടൈം? അത്രയൊന്നും അറിയാൻ നമ്മൾ മെനക്കെട്ടിട്ടില്ല. അപ്പോൾ ഈ പാഠശാല വാടകയ്ക്ക് എടുത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്കൂൾ നടക്കണ്ടായിരുന്നു. സ്കൂള് സാധാരണ മോർണിംഗിലാണ്. 11 o'clock സ്കൂൾ വിൽ ബി ഓവർ. 11 to 4 എന്ന് ചില ബൈബിളുകളിലുണ്ട്. 11 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് സ്കൂളില്ല. സ്കൂളിലെ ആളുകൾ പിരിഞ്ഞു പോയി. അവിടുത്തെ ക്ലൈമറ്റ് ആ തരത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പലപ്പോഴും സ്കൂൾ തുടങ്ങുന്നത് എപ്പോഴാണ്? നിങ്ങളാരും നോർത്ത് ഇന്ത്യയിൽ പോയിട്ടില്ല. സ്കൂൾ എപ്പോൾ തുടങ്ങിയാൽ 7 മണിക്ക് തുടങ്ങും രാവിലെ. എപ്പോഴാണ് സ്കൂൾ അവസാനിക്കുന്നത്? ഉച്ചയാകുമ്പോൾ അവസാനിക്കും. അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് ഫ്രീ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ആലോചിച്ചായിരുന്നു, രാവിലെ 2 കോളേജ് നടത്താം. രാവിലെ ഒരു കോളേജ്, ഉച്ച കഴിഞ്ഞിട്ട് ഒരു കെട്ടിടം എന്തിനാണ് വെറുതെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? 10 മുതൽ 4 വരെ ആക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതെല്ലാം പഴയ ബുദ്ധികളാണ്, ഇന്നും പുതിയ ബുദ്ധിയൊന്നുമല്ല കേട്ടോ. ഇതെല്ലാം ബൈബിളിലും ഉണ്ട്. അപ്പോൾ ഈ തുറന്നോസിൻ്റെ പാഠശാല 11 മണിയാകുമ്പം അവിടുത്തെ അക്കാഡമിക് പരിപാടിയൊക്കെ അവസാനിക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ തുടങ്ങുള്ളൂ. നിങ്ങൾ ബൈബിള് ശ്രദ്ധിച്ച് വായിച്ചാൽ ഈ പ്രയോഗങ്ങളും ഈ ടൈമിങ്ങും ഒക്കെ ചില ബൈബിളുകളിൽ ചില ട്രാൻസ്ലേഷൻസിൽ ചേർത്തിട്ടുണ്ട്. പലതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം, അപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇറ്റ് വാസ് ബിറ്റ്വീൻ 11 and 4. അപ്പം ഈ 11 തൊട്ട് 4 മണി വരെയുള്ള സമയത്താണ് ഏറ്റവും എയർ കണ്ടീഷനും ഇല്ല, അസഹനീയമായിട്ടുള്ള ചൂടുമായിരിക്കും. പല പ്രതിസന്ധികൾ കാണും. ചിലപ്പോൾ പിള്ളേർക്ക് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഉണ്ടാകും. ബട്ട് ദ വേർഡ് വാസ് പ്രഷ്യസ്. ഇത് വിലപിടിപ്പുള്ളതായതുകൊണ്ട് അനേകർ അവിടെ വന്ന് വചനം പഠിച്ചു. അതിൻ്റെ റിസൾട്ട് നിങ്ങളിങ്ങനെ വായിച്ചിട്ടുണ്ടോ? ആ ഏഷ്യ മുഴുവൻ ദൈവവചനം പരന്നു. ഇനി ഈ ദിക്കിൽ എനിക്ക് സുവിശേഷം പറയാൻ ഇടമില്ലായികയാൽ എന്ന് പറഞ്ഞാൽ പൗലോസാണോ ഇത് മുഴുവൻ പറഞ്ഞത്? പൗലോസാണോ ഇത് മുഴുവൻ പറഞ്ഞത്? അല്ല, പറഞ്ഞത് പൗലോസല്ല. പൗലോസ് പാഠശാലയിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പഠിച്ച ആളുകളാണ് ഇത് മുഴുവൻ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രചരിപ്പിച്ചത്. അത് മാത്രമല്ല, പൗലോസിൻ്റെ മെയ്മേൽ നിന്ന് പൗലോസിന് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവരെന്ത് ചെയ്തു? ഉത്തരീയവും റൂമാലും ഒക്കെ എടുത്തുകൊണ്ട് പോയി പൗലോസിനെ പ്രതിനിധീകരിക്കുന്നത്, അതും വർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മളതെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് ബിസിനസ് ആക്കിയിരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. പൗലോസ് റൂമാൽ പ്രാർത്ഥിച്ചു കൊടുത്തയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പ്രാർത്ഥിച്ച് കൊടുത്തയക്കുന്നത് തെറ്റാണെന്നും അതിനെ അറ്റാക്ക് ചെയ്യാനും ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അവിടെ സംഭവിച്ചത് അവർ പൗലോസിന് ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് പൗലോസിൻ്റെ മെയ്മേൽ നിന്ന് ഇതൊക്കെ എടുത്തുകൊണ്ട് ഡിസൈപ്പിൾസ് അവരുടെ ബഹുമാനത്തിലും സ്നേഹത്തിലും ചെയ്തതായിരിക്കും. ആൻഡ് അവരുടെ ആ സിമ്പിൾ ഫെയ്ത്ത് ദൈവം മാനിച്ചു. അവിടെ കാര്യങ്ങളൊക്കെ പ്രവർത്തനോന്മുഖമായി തീർന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഇത്ര മെനക്കെട്ടാൽ വചനം കിട്ടാനുള്ളിടത്തൊക്കെ കിട്ടാൻ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ആശയത്തിൽ നിന്നൊക്കെ പോയെന്ന് തോന്നുന്നു. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് വായിച്ചത്. എന്താ അവിടെ വായിച്ചത്? ആ കാലത്ത് വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ദർശനവും ഇല്ലായിരുന്നു, വചനവും ഇല്ലായിരുന്നു എന്നല്ല, ഇത് രണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ദെർ വാസ് നോ ഓപ്പൺ വിഷൻ. ദർശനമുള്ള ആളുകളുണ്ടായിരുന്നു, പക്ഷേ അത് ഓപ്പണായിട്ട് എല്ലാവർക്കും എല്ലാ സ്ഥലത്തും കിട്ടത്തക്ക തരത്തിൽ ലഭ്യമായിരുന്നില്ല. മെനക്കെട്ടാൽ കിട്ടുമായിരുന്നു. വചനം പ്രഷ്യസ് ആയിരുന്നു, പക്ഷെ അതിന് മുതൽ മുടക്കാൻ തയ്യാറായാൽ ഇതെല്ലാ കാലത്തും ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആണെന്ന് എൻ്റെ ഇല്ലേ, നമ്മൾ മുതൽ മുടക്കുവാൻ, അതിന് വില കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഏത് കാലത്തും ദൈവം നമുക്ക് ദർശനങ്ങൾ നൽകുവാനും വചനം ആവശ്യത്തിന് നൽകുവാനും ഉണ്ട്. അല്ല, എനിക്ക് നിങ്ങളെ നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കും, നിങ്ങളിൽ പലരും തന്നെ അങ്ങനെ വചനം പഠിക്കണമെന്നുള്ളൊരു ദാഹത്തോടും ആഗ്രഹത്തോടും കൂടിയാണ് പല സ്ഥലങ്ങളിൽ നിന്ന്. ഇവിടെ ചിലരൊക്കെ എന്നോട് ചോദിക്കുക, ഇതെല്ലാം സാറിൻ്റെ സഭയിലുള്ള, ഇവർ ആകപ്പാടെ 2 പേരോ മറ്റോ ഞങ്ങളുടെ സഭയിലുള്ളവർ ഇവിടെ ഇരിപ്പുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി എല്ലാവരും പല സഭകളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. 2 അല്ലായിരിക്കുമല്ലോ, 3-4 പേരുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. നിങ്ങളങ്ങനെ വരുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ വചനം, കലർപ്പില്ലാത്ത ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ അത് അല്പം വില കൊടുത്തിട്ടാണെങ്കിലും അത് സമ്പാദിക്കണം. അതിനുവേണ്ടി ചിലപ്പോൾ ജോലിക്ക് പോകാത്തവർ കാണും, ഉറക്കം മാറ്റി വെക്കുന്നവർ കാണും. അങ്ങനെയാണ് പണ്ടും ഇന്നും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല
വെൻ വി പേ ദ പ്രൈസ് ഗോഡ് വിൽ ഓൾസോ ഓണർ അസ്. അതുകൊണ്ട് നമ്മുടെ ശ്രമങ്ങളൊന്നും കർത്താവിൽ വ്യർത്ഥമല്ല, പണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് മറ്റൊരു കാര്യം ഈ പുസ്തകത്തിൽ വ്യാപകമായിട്ട് കാണുന്നത് പ്രാർത്ഥന എന്നുള്ള കാര്യമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം ഒരു പക്ഷേ നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിക്കുവാനും അവന് യാഗം കഴിക്കുവാനും പോകുക പതിവായിരുന്നു. ആ വാക്യം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഒന്നും തോന്നിയില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വാക്യം വായിച്ച് കേട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയോ? ആർക്കും ഒന്നും തോന്നിയില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാനിപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്താ തോന്നിയത്? എന്തെങ്കിലും തോന്നിയെങ്കിൽ ഒന്ന് പറയാം. യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വേദപുസ്തകത്തിൽ ആദ്യമായിട്ടാണ് ദൈവത്തെ സൈന്യങ്ങളുടെ യഹോവ എന്ന് വിളിക്കുന്നത്. ദ ലോർഡ് ഓഫ് ഹോസ്. നിങ്ങളൊന്നുകൂടെ പുസ്തകം പരിശോധിച്ച് നോക്കണം. ഇതിന് മുമ്പ് എവിടെയെങ്കിലും ദൈവത്തെ എന്ത് വിളിച്ചിട്ടുണ്ടോ എന്ന്? സൈന്യങ്ങളുടെ. ഇപ്പം നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഒന്നുമല്ല, നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന മുഴുവൻ സങ്കീർത്തനത്തിലൊക്കെ സൈന്യങ്ങളുടെ ദൈവമേ തിരുനിവാസം എത്ര മനോഹരം. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ മുഴുവൻ ദൈവം ആരുടെ ദൈവമാണ്? മുമ്പോട്ട് പോയാൽ വേദപുസ്തകത്തിൽ, ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് മുമ്പോട്ട് പോയാൽ മുഴുവൻ എല്ലായിടത്തും തന്നെ ദൈവത്തെ എങ്ങനെ വിളിച്ചിട്ടുണ്ട്? പുറകോട്ട് പോകാനാണ് ഞാൻ പറഞ്ഞത്, റിവൈൻഡ് ചെയ്യാൻ. പുറകോട്ട് പോയാൽ ഉൽപ്പത്തി മുതൽ നിങ്ങൾ രൂത്തിൻ്റെ പുസ്തകം വരെ വായിച്ചു നോക്കിയാൽ, ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് വീട്ടിൽ പോയി ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ തെളിയിക്കാൻ വേണ്ടി ഒരു വായനയും കൂടി നടത്തി നോക്കാം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? പുറകോട്ട് പോയാൽ സൈന്യങ്ങളുടെ യഹോവ എന്നൊരു പ്രയോഗം ഇതിന് മുമ്പ് ഒരു സ്ഥലത്തും ഇല്ല, ആദ്യമായിട്ടാണ്. ഇനി മുമ്പോട്ട് പോയാൽ ഈ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ തന്നെ 11 പ്രാവശ്യം ദൈവത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്? സൈന്യങ്ങളുടെ. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വൈ? എന്തുകൊണ്ട്? ഇതിനു മുമ്പ് ലോകത്തിലൊരു സ്റ്റാൻഡിങ് ആർമി, ഒരു സൈന്യം, സ്ഥിര സൈന്യം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? രാജഭരണം ഇല്ലാതിരുന്നത് കൊണ്ട്. രാജഭരണം ഉണ്ടാകുമ്പോഴാണ്, ഹിസ്റ്ററി മനസ്സുണരട്ടെ നിങ്ങളുടെ, രാജഭരണം ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഒരു സ്ഥിരം സൈന്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സ്ഥിരം സൈന്യം ഉണ്ടാകുമ്പോഴാണ് രാജാക്കന്മാർ എന്തിലേക്ക് ആശ്രയിക്കുന്നത്? ചിലർ കുതിരകളിലും, ചിലർ രഥങ്ങളിലും, ചിലർ സൈന്യങ്ങളിലുമൊക്കെ ആശ്രയിച്ചിട്ട് 1000-ആയിട്ട് വരുന്നവനോട് ഞാൻ 10000-ആയിട്ട് ഏർപ്പെടും, അല്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ പണം എന്തിനു വേണ്ടിയാണ് ചിലവാക്കപ്പെടുന്നത്? ആർക്കറിയാം? ഡിഫെൻസ് അല്ലേ? എന്തിനാ ഇത്ര അധികം പൈസ ഡിഫെൻസിന് വേണ്ടി ചിലവഴിക്കുന്നത്? കുറേ ഫാക്ടറികളും ആഹാരവും വസ്ത്രവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് എന്താ ചിലവാക്കാത്തത്? നമുക്ക് നാട്ടുകാരെയൊക്കെ അറിയിക്കണം, ഞങ്ങൾക്ക് വൻ ആയുധശേഖരം ഉണ്ട്, പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കുവാൻ നമ്മുടെ മേൽ ചുട്ട ന്യൂക്ലിയർ ബോംബുണ്ട് എന്ന് അറിയിക്കണ്ടേ? മിസൈലുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഏത് ലോകരാജ്യത്തോടും കിടപിടിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളും സൈന്യ സംവിധാനങ്ങളും. നിങ്ങൾ ഈ ലോകത്തിലൊന്നും അല്ല ജീവിക്കുന്നതെന്ന് തോന്നുന്നു. ഒക്കെ എല്ലാ രാജ്യത്തിനും ഉണ്ടെന്നുള്ളത് രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അതിൻ്റെ പരിപാടി തുടങ്ങിയത് എവിടെയാ? ഈ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഇത് തുടങ്ങുന്നത് അവർക്കൊരു രാജാവ് ഉണ്ടായപ്പോഴാണ്. ആരാണ് ഒന്നാമത്തെ രാജാവ്? അല്ല, ഇതിനു മുമ്പ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നടന്ന യുദ്ധങ്ങളൊക്കെ നമ്മൾ ആ പുസ്തകം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ. അവരെന്താ തോക്കും വാളും ഒക്കെ ആയിട്ടാണോ പോയത്? പന്തവും കുടവും. പിന്നെ ഓർക്കുന്നുണ്ടോ പന്തവും കുടവൊക്കെ? പിന്നെ കുറേ പേരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരു കഴുതയുടെ പച്ചത്താടി, എല്ല്, ഓർമ്മയില്ല? അല്ലെ 2-3 കുറുക്കന്മാരെ പിടിച്ച് വാല് 2 കൂടെ കൂട്ടിക്കെട്ടി ഒരു പന്ത അതിനകത്ത് വെച്ച്. ഇതൊക്കെ വായിച്ച വല്ല ഓർമ്മയുണ്ടോ? അപ്പോൾ അതൊക്കെ ഒരു സ്ഥിരം സൈന്യം ചെയ്ത പരിപാടികളാണോ? അല്ല. അവിടെ സൈന്യമുള്ള ആളുകളെ തന്നെ തോൽപ്പിക്കാൻ ദൈവം ഗിദെയോനോട് പറഞ്ഞത് എന്താണ്? ഞാൻ എന്താ ചെയ്യാനിരിക്കുന്നത് എന്നുള്ളത് നിനക്ക് കാണിച്ചു തരാം, നീ ഇറങ്ങി പാളയത്തിലേക്ക് ചെല്ലുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 2 പേര് തലേ രാത്രി കണ്ട സ്വപ്നം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ നിങ്ങളൊന്ന് ഇപ്പോൾ വായിച്ചു നോക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചിട്ട് അധികം നാളൊന്നും ആയില്ല, വായിച്ചോന്ന് എനിക്കിപ്പോൾ സംശയം വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇത് ഗിദെയോനല്ലാതെ വേറൊന്നുമല്ല. അപ്പം ദൈവം പറഞ്ഞു കൊടുത്തു എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് അവരൊക്കെ യുദ്ധം ജയിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു രാജാവ് ഉണ്ടായപ്പോൾ ഈ രാജാവ് ചുറ്റുപാടുമുള്ള ജാതികളുടെ ആളെ പോലെ തന്നെ ഒരു രാജാവാണ്. അതുകൊണ്ട് നോർമലി എന്ത് സംഭവിക്കും? ഉടനെ ഈ രാജാവ് ഒരു സൈന്യത്തെയൊക്കെ സംഘടിപ്പിക്കും. ഒരു എയർഫോഴ്സ് ഉണ്ടാവും, ഒരു നേവി ഉണ്ടാവും. എയർഫോഴ്സ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ, അന്ന് എയർഫോഴ്സ് ഒന്നുമില്ല. എയർഫോഴ്സ് ഉണ്ടാവും, നേവി ഉണ്ടാവും, കാലാൾ പട്ടാളം ഉണ്ടാവും, ആനപ്പടയുണ്ടാവും, കുതിരപ്പടയുണ്ടാവും. അപ്പോൾ നമ്മുടെ ആശ്രയം ഒക്കെ എങ്ങോട്ട് പോകും? സൈന്യങ്ങളിലേക്കും കുതിരകളിലേക്കും. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ സൈന്യങ്ങളുടെ യഹോവയാകുന്നു.
ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് ദൈവം ഒരു പുതിയ അളവിൽ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ പേരുകളെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ ഇനി സൈന്യങ്ങളെ കണ്ട് പേടിക്കണ്ട, ഞാനാണ് ഈ സൈന്യങ്ങളെല്ലാം അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ പുറകോട്ട് വായിച്ചാൽ ഇങ്ങനെ ഒരു പേര് ദൈവത്തിന് കാണുകയില്ല. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് നിങ്ങൾ കാണും. ഞാൻ നിങ്ങളുടെ യഹോവ നിസി, കൊടിയാണെന്ന് നിങ്ങൾ കാണും, പലതും കാണും. പക്ഷെ കാണാത്തൊരു സാധനമാണ് സൈന്യങ്ങളുടെ യഹോവ. മുമ്പോട്ട് സൈന്യങ്ങളുടെ യഹോവ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ സൈനിക ശക്തി ഉത്തരോത്തരീയം വർദ്ധിക്കുക മാത്രമാണ് ഈ ലോകത്തിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ദൈവം സൈന്യങ്ങളുടെ യഹോവയാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഒരു സൈന്യം എനിക്ക് നേരെ ദാവീദിനൊക്കെ അങ്ങനെ പറയാൻ പറ്റി, ഒരു സൈന്യം എനിക്ക് നേരെ പാളയമിറങ്ങിയാലും ഞാൻ നിർഭയമായി വസിക്കും. എന്തുകൊണ്ട്? എൻ്റെ ദൈവമാണ് സൈന്യങ്ങളുടെ ദൈവം. ഞാൻ നിന്നാൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, ഞാൻ മതിൽ ചാടി കടക്കും. കാരണം എൻ്റെ ദൈവമാണ് ഈ സൈന്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്. എന്ത് കോട്ടയുണ്ടെങ്കിലും കൊത്തളമുണ്ടെങ്കിലും എൻ്റെ ദൈവം സൈന്യങ്ങളുടെ യഹോവയാണ്. ഈ റെവലേഷൻ ഈ പുസ്തകത്തിലാണ് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത്. പിന്നീട് മുമ്പോട്ട് ഈ ദൈവത്തെ ഇങ്ങനെ തന്നെ ധാരാളം വെളിപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വൺ മോർ തിങ്, ഞാൻ ഇന്ന് ലാസ്റ്റായിട്ട് പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഈ പുസ്തകത്തിന് എത്ര അധ്യായങ്ങളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 31. 30 പ്രാവശ്യം പ്രാർത്ഥന പരാമർശിക്കപ്പെടുന്നു. ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന വിഷയം പ്രാർത്ഥനയാണ്. അല്ല, ഞാനിന്ന് വാക്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശാമുവേൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് യു മീൻ ബൈ ദ വേർഡ് സാമുവേൽ? സാമുവേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പേരിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഞാൻ അവനെ പ്രാർത്ഥിച്ചു വാങ്ങി, യഹോവയോട് ചോദിച്ച് വാങ്ങി. അല്ല, ഈ പുസ്തകം തുടങ്ങുന്നത് ഒരു പാവപ്പെട്ട അമ്മയുടെ, ഒരു നിരാലംബയായ മാതാവിൻ്റെ പ്രാർത്ഥനയോടുകൂടിയാണ്. അവൾക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകൾ തന്നെ ഇല്ല. അവളുടെ ഹൃദയം വല്ലാതെ വേദനപ്പെട്ടതുകൊണ്ട് അവൾ അധരങ്ങൾ അനക്കിയതല്ലാതെ ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല. അങ്ങനെയുള്ളൊരു അമ്മയുടെ പ്രാർത്ഥനയോടെയാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അവളെ പലരും തെറ്റിദ്ധരിച്ചു, ഇല്ലേ? പക്ഷെ അവൾ പറഞ്ഞു, അങ്ങനെയൊന്നും എന്നെക്കുറിച്ച് പറയരുത്, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ സങ്കടം പകരുകയാണ് ചെയ്തത്. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു പരമ്പരയാണ് ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് മുഴുവൻ കാണാൻ കഴിയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രാർത്ഥനയുടെ പ്രാധാന്യമൊക്കെ നോക്കാം. എന്നാൽ നമ്മുടെ ചിന്തകൾ അവസാനിപ്പിക്കുന്നതിനായിട്ട് 12-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുന്നത് നന്നായിരിക്കും. എവിടം വരെയാണ് ഈ പ്രാർത്ഥനയുടെ ഡയമെൻഷൻ മുന്നോട്ട് പോകുന്നതെന്ന് അറിയാനായിട്ട്. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കാതിരിക്കയാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ജനം വന്ന് ശാമുവേലിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊന്നും മതിയാക്കരുത്, ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ശാമുവേൽ തിരിച്ചു പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ആകെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ പാപം ചെയ്യാൻ ഇടയാകരുത്. അപ്പോൾ നമുക്കും അത് ഓർക്കുന്നത് നല്ലതാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഇത്ര അധികം പ്രാധാന്യം ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത് തന്നെ പാപമാണ്. ഇസ്ന്റ് ഇറ്റ്? നമ്മൾ ശമൂവേലിൻ്റെ മാതൃക, ശമൂവേലിനെ കുറിച്ച് നമ്മൾ പിന്നെയും വായിക്കുമ്പോൾ ഇനി പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ ശമൂവേലിനെ കുറിച്ച് വേദപുസ്തകത്തിൽ സ്വഭാവ വൈകല്യങ്ങളൊന്നും എടുത്തു പറയാത്ത അപൂർവം ആളുകളേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി മിക്കവാറും ആളുകളെയൊക്കെ സ്വഭാവ വൈകല്യങ്ങൾ മാറ്റി ദൈവം നേരെയാക്കി എടുത്തു എന്നാണ്. ഇപ്പോൾ നമ്മൾ ദാവീദിനെക്കുറിച്ച് പോലും പറഞ്ഞു, അദ്ദേഹത്തിന് പല കുഴപ്പങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഈ വംശാവലി പട്ടികയിൽപ്പെട്ട ചില സ്ത്രീകളുടെ പേരുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാവർക്കും ചില വൈകല്യങ്ങളുണ്ടായിരുന്നു. ഇല്ലാത്ത ഒരാളെക്കുറിച്ചും പറഞ്ഞു, രൂത്ത്. അപ്പോൾ അതുപോലെ ഒരാളാണ് ശാമുവേൽ, മറ്റേ ഒരാളാണ് ജോസഫ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശമൂവേലിന് അങ്ങനെ വൈകല്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുകയാണെങ്കിൽ അത് തന്നെ ദൈവത്തോട് ഞാൻ ചെയ്യുന്ന വലിയ പാപം, അപരാധമാണ്. നമ്മൾ എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പറ്റിയാൽ പ്രാർത്ഥിക്കാം എന്നുള്ളതല്ല, പ്രാർത്ഥിക്കാതിരിക്കുന്നത് തന്നെ പാപമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ പ്രാധാന്യം ഈ പുസ്തകത്തിൽ മോർ ദാൻ 30 ടൈംസ് 30-ലധികം പ്രാവശ്യം പലതരത്തിലുള്ള പ്രാർത്ഥനകളെക്കുറിച്ചും പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ചും വളരെ ശക്തമായിട്ട് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം മുമ്പോട്ട് പോകുന്നത്. പ്രാർത്ഥനാരാഹിത്യമാണ് ശൗലിനെ പോലെയുള്ള ആളുകളെ അപകടത്തിൽ ആക്കിയത്. എന്നാൽ ദാവീദിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്
നിങ്ങൾ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളും ദാവീദിൻ്റെ ജീവിതചര്യയും ഒക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ഒരാളായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകേണ്ടതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരൊക്കെ എന്ത് പറഞ്ഞു? ഞങ്ങളോ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ വളരെ കീയാണ്. ആത്മീയ ജീവിതത്തിൻ്റെ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളാണ് വചനം, പ്രാർത്ഥന. ഈ വചനം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഈ പ്രാർത്ഥനയുടെ അവിടെ വേണേൽ ഹോളി സ്പിരിറ്റ് എന്നും വെക്കാം. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും. അത് പരിശുദ്ധാത്മാവ് പ്രവർത്തനോന്മുഖമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ പ്രവർത്തിക്കുകയല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുകയല്ലേ? പ്രവർത്തിക്കാൻ വിഷമമൊന്നുമില്ല. പക്ഷേ ദൈവം അങ്ങനെ വെച്ചേക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ബാങ്കിൽ ലോക്കറിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര താക്കോലുണ്ട്? 2 താക്കോല്. അതിന് 2 താക്കോല് വെച്ചേക്കുന്നത്? ഒരു താക്കോല് പോരെ? ഒന്ന് അവരുടെയിലും ഒന്ന് നമ്മുടെയിലും. അപ്പം 2 താക്കോലും കൂടെ ഒരുമിച്ച് വെച്ചെങ്കിൽ മാത്രമേ ഈ ലോക്കർ എന്ന് പറഞ്ഞ പോലെ ഒരു താക്കോല് കർത്താവിൻ്റെയിലും ഒരു താക്കോല് കൃപയാൽ. ദൈവം കൃപയാൽ അങ്ങനെ ചെയ്തേക്കാണ്. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ എത്ര പ്രാവശ്യം ഈ പെട്ടി തുറന്നു? അനുഗ്രഹ മുറിയിൻ പൂട്ടുകൾ താനെ തുറക്കുവാൻ. ഒരു പാട്ടില്ലേ? പരനെ നിൻ തിരുമുമ്പിൽ വരുന്നോരീ സമയെ. ആ പാട്ട് പഴയ പാട്ടാണ്. അതിനിടയ്ക്കൊരു ലൈനാണ് പറഞ്ഞത്, അനുഗ്രഹ മുറിയിൻ പൂട്ടുകൾ താനേ തുറക്കുകയല്ല. ഈ പ്രാർത്ഥന അങ്ങോട്ട് താക്കോൽ വെച്ച് തിരിക്കുമ്പോഴാണ്. കർത്താവിൻ്റെ താക്കോൽ അവിടെ എപ്പോഴും ഉണ്ട്. ബാങ്കിലെ ആളുടെ താക്കോൽ എപ്പോഴും അവിടെ ഉണ്ട്. നമ്മൾ നമ്മുടെ താക്കോലും കൊണ്ട് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ താക്കോലും കർത്താവും അവിടെ ഉണ്ട്. നമ്മളും കൂടി നമ്മുടെ താക്കോലും കൊണ്ട് ചെല്ലുമ്പോഴാണ് ഈ മുറിയുടെ പൂട്ട് തുറന്ന് അനുഗ്രഹങ്ങൾ അനേകർക്ക് ലഭ്യമാകുന്നത്. അങ്ങനെ ഒരു കൃപ ദൈവം തന്നേക്കുന്നത് നമുക്ക് വല്ല പ്രതിഫലമൊക്കെ തരാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എന്തിൻ്റെ പേര് പ്രതിഫലം തരും? ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് വരികയില്ല, പ്രസംഗിക്കാൻ പറ്റിയെന്ന് വരികയില്ല, ട്രാക്ടർ എടുക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ദൈവത്തോട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ ഞാൻ പാപം ചെയ്യാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിച്ച ശമൂവേലിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ശമൂവേലിൻ്റെ പുസ്തകം ഒന്നുകൂടെ നിങ്ങൾ ആദ്യോടന്തം വായിക്കുക. അടുത്ത ക്ലാസ്സിൽ ശമൂവേലിനെക്കുറിച്ചും ശൗലിനെക്കുറിച്ചും ദാവീദിനെക്കുറിച്ചും കുറേ കൂടി വിശദമായിട്ട് കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്ന രീതിയിൽ പഠിക്കുവാനായിട്ട് നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. ദൈവവിവചനങ്ങളാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുസന്നിധിയിലേക്ക് അടുത്ത് വന്ന് പിന്നെയും കർത്താവ് ഞങ്ങൾ നിൻ്റെ നാമത്തിന് നന്ദിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. കർത്താവ്, വചനം ദുർലഭമായിരിക്കുന്ന കാലഘട്ടത്തിൽ, ദർശനം ഏറെ ഇല്ലാതെ ഇരിക്കുമ്പോൾ അതിനുള്ള വില കൊടുക്കുവാനും കർത്താവ് നിൻ്റെ വചനങ്ങളെ കർത്താവെ അമൂല്യമായി കരുതി അതിനെ കർത്താവെ പ്രാപിക്കുവാൻ ഞങ്ങളുള്ളതെല്ലാം കൊടുത്ത് കർത്താവെ നിൻ്റെ വചനവും നിൻ്റെ ആത്മാവിൻ്റെ നിറവും പ്രാപിക്കുവാനും അതനുസരിക്കുന്നവരായിരിക്കാനും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ദർശനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുവാനും തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ദർശനമില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങളൊക്കെ അൺലോക്ക് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമായതുകൊണ്ട് അവൻ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവൻ ഞങ്ങൾക്ക് മുമ്പേ കർത്താവ് പടയായിട്ട് പിൻപിൽ പടയായിട്ടുള്ളത് കൊണ്ട് കർത്താവ് നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധങ്ങൾ നടത്തുന്നത്, യുദ്ധം നിർത്തൽ ചെയ്യുന്നത്, കുന്തങ്ങളെ മുറിച്ച് കർത്താവ് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നത് ഞങ്ങളുടെ ദൈവമാകൊണ്ട് ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. വരുന്ന ദിവസങ്ങളിലൊക്കെയും കൃപയിൽ ഞങ്ങളെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇനിയും കാണും വരെയും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ മറയ്ക്കണം, തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.